ഗുഡ് ഈവനിങ്. ഇന്നലെ നമ്മൾ 2 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. അതിനകത്ത് കർണാട്ടിക് ബാറിൽ 1-2 കർണാട്ടിക് ബാർ നമ്മൾ തീർത്തു. ഇനി 3-ാമത്തെ കർണാട്ടിക് ബാറാണുള്ളത്. സോ കർണാട്ടിക് ബാർ എന്താന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് ബാറുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 കർണാട്ടിക് ബാറാണുള്ളത്. അതിന് 3-ാമത്തെ കർണാട്ടിക് ബാറോട് കൂടിയിട്ട് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഫ്രഞ്ചുകാരുടെ സാന്നിധ്യം ഇന്ത്യയിൽ നിന്ന് ഇല്ലാതായ എന്താണ്, ഫ്രഞ്ചുകാർ കംപ്ലീറ്റ് ആയിട്ടും പരാജയപ്പെട്ടു എന്നുള്ളതാണ് തേർഡ് കർണാട്ടിക് ബാറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ തേർഡ് കർണാട്ടിക് ബാറിന്റെ വർഷം എന്ന് പറയുന്നത് 1756 മുതൽ 1763 വരെയാണ്. സോ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിൽ യുദ്ധം നടത്തുന്നതിന് ഇന്ത്യയിലുള്ള കാരണങ്ങളെ കൂടാതെ തന്നെ ആഗോളതലത്തിൽ യൂറോപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവിടെ യുദ്ധത്തിന് കാരണമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഒന്നാമത്തെ ഉദാഹരണമാണ് 1-ാമത്തെ കർണാട്ടിക് ബാർ. 1-ാമത്തെ കർണാട്ടിക് ബാറിന്റെ കാരണം യൂറോപ്പിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധമാണ്. 1740-കളിൽ യൂറോപ്പിലുണ്ടായ യുദ്ധം. ആ യുദ്ധത്തിന്റെ ഒരു ഓളമായിരുന്നു ഇന്ത്യയിലും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധം ഉണ്ടാവാൻ കാരണം. സെക്കൻഡ് കർണാട്ടിക് ബാറിന്റെ റീസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, ഇന്റേണൽ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്. കാരണം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇടപെടാനും ഇവർ തമ്മിലുള്ള ശത്രുത വളർന്നതും സെക്കൻഡ് കർണാട്ടിക് ബാറിന് കാരണമായെന്ന് പറഞ്ഞു. ഇനി അടുത്തത് 3-ാമത്തെ കർണാട്ടിക് ബാറാണ്. തേർഡ് കർണാട്ടിക് ബാറിന്റെ റീസൺ എന്ന് പറയുന്നത് അത് നമ്മളുടെ ആഭ്യന്തര കാര്യമല്ല, അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുണ്ടായ പ്രശ്നമല്ല, പകരം ആഗോളതലത്തിൽ ഉണ്ടായ പ്രശ്നമാണ്. കാരണം യൂറോപ്പില് ഈ നേരത്തെ നമ്മുടെ ഫസ്റ്റ് കർണാട്ടിക് ബാറിന്റെ റീസൺ പോലെ തന്നെ യൂറോപ്പിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇംഗ്ലീഷും ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ അതിന്റെ ഒരു ഓളം ഇവിടെ ഉണ്ടായി. ഇവിടെ അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും യുദ്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ 1-ന്റെയും 3-ന്റെ റീസൺ ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ തേർഡ് കർണാട്ടിക് ബാറിന്റെ വർഷം എന്ന് പറയുന്നത് 1756 മുതൽ 1763 വരെയാണ്. 1756 എന്ത് സംഭവിച്ചത്? ദ വാർ ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ഇൻ യൂറോപ്പ്. 1756 യൂറോപ്പിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇതെന്താണ്? ഇത് ഇന്ത്യയിൽ ഒരു തേർഡ് കർണാട്ടിക് വാറിന് കാരണമാണ്. യൂറോപ്പിൽ യുദ്ധം ആരംഭിച്ചു, അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു തേർഡ് കർണാട്ടിക് വാറിന് അത് കാരണമായെന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയായിരുന്നു തേർഡ് കർണാട്ടിക് വാറിന്റെ ഒരു റിസൾട്ട് എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 1760, അതായത് യുദ്ധം ആരംഭിച്ച് വിത്തിൻ 4 ഇയേഴ്സ്, 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഫ്രഞ്ച് വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് അറ്റ് ദ ബാറ്റിൽ ഓഫ് വാൻഡി വാഷ്. ആ ഒരു ബാറ്റിൽ 1760 ആ ഒരു ബാറ്റിൽ അണ്ടർലൈൻ ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബാറ്റിൽ ഓഫ് വാൻഡി വാഷിലാണ് കംപ്ലീറ്റ് ആയിട്ടും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. സോ തേർഡ് കർണാട്ടിക് വാറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടന്ന യുദ്ധത്തിൽ 1760 ബാറ്റിൽ ഓഫ് വാൻഡി വാഷിലാണ് കംപ്ലീറ്റ് ആയിട്ടും ഫ്രഞ്ചുകാർ പരാജയപ്പെടുത്തി. വാൻഡി വാഷ് എന്ന് പറയുന്നത് തിരുവണ്ണാമല, നമ്മുടെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ഡിസ്ട്രിക്റ്റിന്റെ അടുത്തുള്ള വന്തവാസി എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പം തമിഴ്നാട്ടിലാണ്, തിരുവണ്ണാമലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. സോ അവിടെ വെച്ച് നടത്തിയ ഒരു യുദ്ധമാണ് വന്തവാസി, അങ്ങനെയാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നതെന്നാണ് ആ തമിഴിലുള്ള പേര്. സോ അവിടെ വെച്ച് നടന്ന യുദ്ധത്തിലാണ് ഫ്രഞ്ചുകാർ കംപ്ലീറ്റ് ആയിട്ടും പരാജയപ്പെടുന്നത്. 1760 ഈ ബാറ്റിൽ ഓഫ് വാൻഡി വാഷ് നടക്കുന്നത്. ഓക്കെ, സോ ഈ വാർ യൂറോപ്പിൽ ഈ വാർ അവസാനിച്ചപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇന്ത്യയിലും ഈ വാർ അവസാനിക്കുകയാണ് ചെയ്തത്. യൂറോപ്പിൽ വാർ അവസാനിച്ചപ്പം ഇന്ത്യയിലും വാർ അവസാനിച്ചു. പക്ഷെ തേർഡ് കർണാട്ടിക് വാറിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ 1-ാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ഡിസപ്പേർഡ് ആഫ്റ്റർ ദ തേർഡ് കർണാട്ടിക് വാർ. ഫ്രഞ്ചുകാരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു രാഷ്ട്രീയ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രേഡിംഗ് സാന്നിധ്യം തേർഡ് കർണാട്ടിക് വാറിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായെന്നുള്ളതാണ്. കാരണം തേർഡ് കർണാട്ടിക് വാറോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു എന്താണ്? ഇന്ത്യയിൽ വന്നിട്ട് ഒരു എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള അവരുടെ ഒരു ഡ്രീം അതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കും? അത് അവസാനിക്കുകയാണ് ചെയ്തത്. ദ ഫ്രഞ്ച് ഡ്രീം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ആൻ എംപയർ ഇൻ ഇന്ത്യ, അതെന്ത് ചെയ്തു? അത് അവസാനിച്ചു. സോ ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ള അവരുടെ ഒരു സ്വപ്നം അവസാനിക്കുന്നു. ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും എന്ത് സംഭവിക്കുന്നു? ഫ്രഞ്ചുകാര് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. സോ ഇതാണ് തേർഡ് കർണാട്ടിക് വാറിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ കർണാട്ടിക് വാറുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് കർണാട്ടിക് വാർ, അതിന്റെ റീസൺ യൂറോപ്പിൽ ഉണ്ടായ യുദ്ധമാണ്. അത് എങ്ങനെയാണ് അവസാനിച്ചത്? യൂറോപ്പിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തതോട് കൂടിയിട്ട് ഇന്ത്യയിലും ആ ഒരു യുദ്ധം അവസാനിച്ചു. സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ റീസൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആയിരുന്നു. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ
അത് ഈ പറഞ്ഞ കണക്ക് ഏത് ട്രീറ്റിയിലൂടെയാണ് നമ്മുടെ സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിച്ചതായിട്ട് നമ്മൾ പറഞ്ഞത്? സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ അവസാനം എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി 1755 ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി സൈൻ ചെയ്തു. ആ സൈൻ ചെയ്ത ട്രീറ്റിയോട് കൂടിയിട്ട് സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിച്ചു. ഇന്റേണൽ മാറ്ററുകളിൽ പരസ്പരം കൈകടത്തത്തില്ല എന്ന് രണ്ടുപേരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരസ്പരം എഗ്രി ചെയ്തു. അങ്ങനെ സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിച്ചു. വീണ്ടും തേർഡ് കർണാട്ടിക് വാർ സ്റ്റാർട്ട് ചെയ്തു. തേർഡ് കർണാട്ടിക് വാർ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്ങനെയാണ്? യൂറോപ്പിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു 1756. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. തേർഡ് കർണാട്ടിക് വാറോട് കൂടിയിട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യയിൽ നിന്ന് ഡിസിപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കർണാട്ടിക് വാർ. ഓക്കെ. സോ കർണാട്ടിക് വാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഈ പറയാനുള്ളത് തന്നെയാണ്. ഇതോട് കൂടിയിട്ട് എന്താണ് നമ്മുടെ ഒരു ഇന്ത്യയിൽ ഒരു എംപയർ സ്ഥാപിക്കുക എന്നുള്ള ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വപ്നം തേർഡ് കർണാട്ടിക് വാറോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ പിന്നീട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 20 വരുന്ന ഒരു കാര്യമുണ്ട്. റീസൺ ഫോർ ദ സക്സസ് ഓഫ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമുക്ക് ഇപ്പം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡച്ചുകാരെ പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മയുമായിട്ടൊരു യുദ്ധത്തിന് ശേഷം പിന്നീട് ഒരു ആംഗ്ലോ ഡച്ച് വാർ നടക്കുന്നു. ആ ആംഗ്ലോ ഡച്ച് വാറിൽ ഡച്ചുകാരെ കംപ്ലീറ്റ് ആയിട്ടും പരാജയപ്പെടുത്താൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ തന്നെ ഫ്രഞ്ചുകാരെ കംപ്ലീറ്റ് ആയിട്ട് പരാജയപ്പെടുത്താൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പൊ യൂറോപ്പിലെ തന്നെ ഇന്ത്യയിലേക്ക് വന്ന പല ശക്തികളെയും തങ്ങൾക്ക് ഒരു തങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങൾക്കൊപ്പം മത്സരിക്കാൻ നിന്ന പല ശക്തികളെയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ ഒരു വിജയത്തിന്റെ രഹസ്യം? അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീസൺ ബിഹൈൻഡ് ദ സക്സസ് ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിജയത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. പേജ് നമ്പർ 20 ഓക്കെ. അതിന് ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എന്റർപ്രൈസസ് ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ്? കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു മെർച്ചൻസ് ആണ് 1599 ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എന്റർപ്രൈസസ് ആയിരുന്നു. അത് ഒന്നാമത്തെ കാരണം. പിന്നീട് അത് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയാലും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയാലും കംപ്ലീറ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ റോയൽ അതോറിറ്റിയുടെ കൺട്രോളിലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാവുന്നതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിപെൻഡന്റ് ആയിരുന്നു. കാരണം ഇപ്പൊ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു യുദ്ധം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പെർമിഷൻ ഇവിടെ നിന്ന് വേണം, അവരുടെ റോയൽ അതോറിറ്റിയിൽ നിന്ന് പെർമിഷൻ കിട്ടണം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും സെയിം കാര്യം തന്നെയാണ്. അവർക്ക് റോയൽ അതോറിറ്റിയിൽ നിന്ന് പെർമിഷൻ കിട്ടണം. അവർക്ക് പണം ചെലവാക്കണമെന്നുണ്ടെങ്കിൽ റോയൽ അതോറിറ്റിയിൽ നിന്നുള്ള പെർമിഷൻ വേണം. യുദ്ധം ചെയ്യണമെങ്കിൽ പെർമിഷൻ കിട്ടണം. പക്ഷെ അതേസമയം ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതൊന്നും ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അവരൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് റിസ്കുകളും യുദ്ധങ്ങളും എല്ലാം അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ ഒരു പെർമിഷന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് അവരുടെ ഒരു അവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പൊ ഒരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു ഹെവി ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉള്ള ഒരു കേസാണ് യുദ്ധം എന്ന് പറയുന്നത്. ആൾനാശം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് മെറ്റീരിയൽ വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെൻസ് ഉള്ള ഒരു കേസാണ്. ഇവിടെ പലപ്പോഴും ഈ പറഞ്ഞ ഫ്രഞ്ച് ഗവൺമെന്റ് ആണെങ്കിലും ഡച്ച് ഗവൺമെന്റ് ആണെങ്കിലും അത്തരം വലിയൊരു എക്സ്പെൻസ് എടുത്ത് ചെലവാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് എത്ര പണം ചെലവാക്കിയിട്ടാണെങ്കിലും ആ യുദ്ധം ചെയ്യാനും അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കാനും അവർ തയ്യാറായിരുന്നു. അതൊരു ഒന്നാമത്തെ ഒരു കാരണമാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ബ്രിട്ടീഷ് കമ്പനി വാസ് ഫിനാൻഷ്യലി മച്ച് സ്ട്രോങ്ങർ ദാൻ ദ ഫ്രഞ്ച്. ഫ്രഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരുന്നതായിട്ട് പറയുന്നത്. ഓക്കെ. പിന്നീട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് ഹ്യൂജ് റിസോഴ്സസ് ഉണ്ടായിരുന്നു. ദ ഫ്രഞ്ച് കമ്പനി സഫർഡ് ഫ്രം ലാക്ക് ഓഫ് റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും മെറ്റീരിയൽ ആണ്. ഇപ്പൊ ആൾബലം ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് യുദ്ധസന്നാഹങ്ങൾക്കുള്ള മെറ്റീരിയൽസ് ആവും. അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അതേസമയം അത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കുറവായിരുന്നു. പിന്നീട് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എ സ്ട്രോങ് ബ്രിട്ടീഷ് നേവി ഹെൽപ് ദ കമ്പനി ഒരു സക്സസിലേക്ക് നിറയ്ക്കാൻ വേണ്ടി. യുദ്ധത്തിലേക്ക് എന്ന് പറഞ്ഞത് എപ്പോഴും ഈ പറയുന്ന പോലെ ഒരു കരയിൽ വെച്ച് ലാൻഡ് മാത്രമല്ല യുദ്ധം നടക്കുന്നത്, കടലും പലപ്പോഴും യുദ്ധത്തിന് വേണ്ടി വേദിയാവാറുണ്ട്. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേവി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു നേവി ഉള്ളത് കൊണ്ട് തന്നെ ഈ കടൽ മാർഗത്തിലുള്ള യുദ്ധം അല്ലെങ്കിൽ വാട്ടർ ഫീൽഡിലുള്ള യുദ്ധങ്ങളെല്ലാം ഈസി ആയിട്ട് വിജയിക്കാൻ ആർക്ക് സാധിച്ചതാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഫ്രഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നേവി ഉണ്ടായിരുന്നു.
ആ നേവൽ സ്ട്രെങ്ത് ആരെ സഹായിച്ചു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ചതായിട്ട് പറയുന്നത്. ഓക്കെ. പിന്നീട് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ജനറലായിട്ട് പറയുന്ന മറ്റു പോയിന്റ് തന്നെയാണ് ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഈ ഒരു ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസും ഈ പറഞ്ഞ അവരുടെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. കാരണം ഓൾറെഡി നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ് എന്തുവാണ്, പലപ്പോഴും ഈ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, ഒരുപാട് എക്സ്പെൻസ് കൊടുക്കുന്നതിനുള്ള ഒരു രീതി, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ വലിയ രീതിയിൽ ഫ്രഞ്ച് ഗവൺമെന്റ് ആണെങ്കിൽ വലിയ രീതിയിൽ ഈ പറഞ്ഞ വാറിനൊന്നും എൻകറേജ് ചെയ്തിരുന്നില്ല. അതേസമയം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്തുവായിരുന്നു, ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. ആ ഒരു മോറൽ സപ്പോർട്ട് അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ. പിന്നീടെന്ന് പറഞ്ഞാല് ദ റീകാൾ ഓഫ് ഡ്യൂപ്ലിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. സെക്കൻഡ് കർണാട്ടിക് വാറിൽ നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സപ്പോർട്ട് ചെയ്ത കാൻഡിഡേറ്റിനെ നവാബായിട്ട് കർണാടകയിൽ അവരോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഫ്രഞ്ചുകാർക്ക് അത് വലിയ ക്ഷീണമായെന്നും ഫ്രഞ്ചുകാർ അവരുടെ നിലവിലെ കമാൻഡർ ആയിരുന്ന ഡ്യൂപ്ലിക്സിനെ തിരികെ വിളിച്ചെന്നും പറഞ്ഞായിരുന്നല്ലോ സെക്കൻഡ് കർണാട്ടിക് വാറിൽ. അങ്ങനെ ഡ്യൂപ്ലിക്സിനെ തിരികെ വിളിച്ചത് ഫ്രഞ്ചുകാർക്ക് വലിയൊരു അടിയായി. കാരണം ഡ്യൂപ്ലിക്സ് എന്ന് പറയുന്നത് വളരെ കഴിവുറ്റ ഒരു കമാൻഡർ ആയിരുന്നു. കാരണം ഡ്യൂപ്ലിക്സിന് ശേഷം വന്ന ആൾക്കാർക്ക് എന്താണ് അതൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ആർമീനെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞില്ല. ഡ്യൂപ്ലിക്സിന്റെ ചെറിയൊരു, നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് കർണാട്ടിക് വാർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കർണാട്ടിക് വാറിൽ ഡ്യൂപ്ലിക്സ് നിഷ്പ്രയാസം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും പിന്നീട് അല്ലാതെ നമ്മുടെ നവാബിന്റെ ആർമീനെയും പരാജയപ്പെടുത്തിയതാണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇപ്പൊ രണ്ടുപേരെയും പരാജയപ്പെടുത്തി മദ്രാസ് പിടിച്ചെടുത്ത കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ സെക്കൻഡ് കർണാട്ടിക് വാറിൽ ഡ്യൂപ്ലിക്സിന് ചെറിയൊരു തിരിച്ചടി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അല്ലെ സോറി ഫ്രഞ്ച് ഗവൺമെന്റ് ഡ്യൂപ്ലിക്സിനെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഡ്യൂപ്ലിക്സിന്റെ ഒരു അഭാവം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അസാന്നിധ്യം എന്ത് സംഭവിച്ചു? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു തിരിച്ചടി ആയതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിജയത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. സോ ആ രീതിയിലേക്ക് ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ എഴുതാം. പോയിന്റുകൾ ക്ലിയർ ആയതല്ലോ. ഒന്ന്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റി. അതേസമയം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൺട്രോളിലായിരുന്നു, റോയൽ അതോറിറ്റിയുടെ കൺട്രോളിലായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ് നയിക്കണമെങ്കിൽ, ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണ്ടി വന്നു? ഗവൺമെന്റിന്റെ പെർമിഷൻ വേണ്ടി വന്നു. അവരൊരു കൺട്രോളിലായിരുന്നു എന്നുള്ളത്, ഇൻഡിപെൻഡന്റ് ആയിരുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫിനാൻഷ്യലി വളരെ ബെറ്റർ ആയിരുന്നു. അവരുടെ നേവൽ സ്ട്രെങ്ത് വളരെ വലുതായിരുന്നു. പിന്നീട് അവർക്കുള്ള ഗവൺമെന്റിൽ നിന്ന് അവർക്ക് ലഭിച്ച മോറൽ സപ്പോർട്ട്, പിന്നീട് ഡ്യൂപ്ലിക്സിന്റെ ഒരു അസാന്നിധ്യം, ഇത്തരം കാര്യങ്ങളാണ് ആരെ സഹായിച്ചത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിജയിക്കാൻ വേണ്ടി സഹായിച്ചതായിട്ട് പറയുന്നു. ഓക്കെ. സോ നമ്മുടെ ഒരു രണ്ടാമത്തെ യൂണിറ്റും അവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന അതിനകത്ത് ഒരുപാട്, ഏകദേശം ഒരു 10-22ഓളം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഇരിക്കുന്ന പഴയ വെർഷൻ ബുക്കാണ്. എന്നാൽ ഇതിനകത്ത് ഒരു 10-22ഓളം ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്. 22ഓളം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിലൂടെ പോവുക, ചാപ്റ്റർ അവസാനിക്കാം. ഓക്കെ. സോ അടുത്ത യൂണിറ്റ് മൂന്നാമത്തത് ബ്രിട്ടീഷ് ഇൻ ബംഗാൾ. ബംഗാളിലെ ബ്രിട്ടീഷുകാരുടെ ഒരു സാന്നിധ്യത്തെ പറ്റിയിട്ടാണ് മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇൻ ബംഗാൾ എന്ന് പറയാൻ കാരണം? ബ്രിട്ടീഷുകാര് അവരുടെ ആധിപത്യം ആദ്യം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം എന്ന് പറയുന്നത് ബംഗാളായിരുന്നു. ബംഗാളിലായിരുന്നു അവരവരുടെ ആദ്യത്തെ ഒരു വേരുറപ്പിക്കുന്നതും. ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് ഏകദേശം 190ഓളം വർഷം ഇന്ത്യനെ കൺട്രോൾ ചെയ്യാനുള്ള അവരുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ബംഗാളിലായിരുന്നു. അപ്പോൾ ബംഗാളിൽ എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഒരു വേരുറപ്പിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെന്റ്, ഒരു ഇനിഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ബംഗാളിൽ സംഭവിച്ചതെന്നുള്ളതാണ് ഈ ഒരു രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പറയുന്നത്. ഈ മൂന്നാമത്തെ യൂണിറ്റ് പറയുന്നത്. 3-4 യൂണിറ്റ് വളരെ ചെറുതാണ്, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. എന്നാലും അവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. ഓക്കെ. സോ ബ്രിട്ടീഷ് ഇൻ ബംഗാളിൽ എന്ന് പറയുന്നത്, ആദ്യം തന്നെ നമ്മളുടെ പേജ് നമ്പർ 25 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബംഗാൾ ബിഫോർ ദ ബ്രിട്ടീഷ് ഒക്കുപേഷൻസ്. സോ ബ്രിട്ടീഷുകാരുടെ അറൈവലിന് മുമ്പ് ബംഗാളിന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ബംഗാളിന്റെ ഒരു പശ്ചാത്തലം പറയാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ബംഗാൾ എങ്ങനെയായിരുന്നു നിലനിന്നിരുന്നതെന്നുള്ളതാണ്. സോ അതിന് മുമ്പ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ബംഗാളിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട കാര്യം മുഗൾ എംപയറിനെ പറ്റിയിട്ടാണ്. സോ ബംഗാൾ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത് മുഗൾ എംപയറിന്റെ കീഴിലായിരുന്നു. മുഗൾ എംപയർ എന്ന് പറയുന്നത് അറിയാലോ, ഇന്ത്യയിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു. നോർത്ത് ഇന്ത്യയുടെ ഒരു വലിയൊരു ഭാഗവും കൈകാര്യം ചെയ്തിരുന്നത് മുഗൾ എംപയർ ആയിരുന്നു. സോ ഒരു മുഗൾ എംപയർ എന്ന് പറയുന്നത് 1750 കൂടി, അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുകയാണ്? മുഗൾ എംപയറിന്റെ ശക്തി സ്വാഭാവികമായിട്ടും ക്ഷയിച്ച് വരികയാണ്. മുഗൾ എംപയർ എന്ന് പറയുന്നത് വെറും ഒരു നോമിനൽ ഒരു റോളിലേക്ക് ചുരുങ്ങിയാണ് ചെയ്യുന്നത്.
സോ നമ്മൾ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു എംപയർ ആണെങ്കിലും എത്ര വലിയൊരു സാമ്രാജ്യമാണെങ്കിലും ആ ഒരു സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ ആ സാമ്രാജ്യത്തിനുള്ളിൽ തന്നെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഫോം ചെയ്യും, രൂപപ്പെടും. അത് ഈ മുഗൾ എംപയറിന്റെ കാലത്ത് മാത്രമല്ല, ഇതിനു മുമ്പ് അത് ഉണ്ടായിട്ടുണ്ട്. അതാണ് ചരിത്രത്തിൽ പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എംപയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഈ പറയുന്ന ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് രൂപപ്പെട്ട് വരുന്നില്ല. പക്ഷെ ആ ഗവൺമെന്റ് ഒന്ന് അല്ലെങ്കിൽ ആ ഒരു എംപയർ ഒന്ന് വീക്ക് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ പോലെ ചെറിയ ചെറിയ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റേറ്റുകൾ രൂപപ്പെടും. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഈ പറഞ്ഞ മുഗൾ എംപയറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോട് കൂടിയിട്ട് മുഗൾ എംപയറിന്റെ ഒരു സുവർണ്ണ കാലഘട്ടം അവസാനിച്ചു. മുഗൾ എംപയർ നല്ല രീതിയിൽ വീക്കായി വന്നു. ആ വീക്കായ സമയത്ത് ഈ മുഗൾ എംപയറിന്റെ ഉള്ളിൽ പല ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകൾ രൂപപ്പെട്ടു. ഓക്കെ, സോ ആ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകൾ രൂപപ്പെട്ടെന്ന് പറയുന്നു. പ്രധാനപ്പെട്ട ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ബംഗാൾ ഉണ്ടായിരുന്നു, ഹൈദരാബാദ് ഉണ്ടായിരുന്നു, അവധ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനത്തുള്ള ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകളായിരുന്നു. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റുകളെല്ലാം ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകളായിട്ട് രൂപപ്പെട്ടു. ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് രൂപപ്പെടുമ്പോൾ അവിടെ ഉറപ്പായിട്ടും അവിടെ എന്താണ്, ഒരു ലീഡർ ഉണ്ടായിരിക്കണം. ആ ഒരു സ്റ്റേറ്റിനെ ഒരു കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേറ്റിനെ മുന്നോട്ട് നയിക്കാൻ ഒരു ലീഡർ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഒരു ബംഗാളിന്റെ കേസ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, the province of Bengal gradually became independent of Mughal control after Murshid Quli Khan became the governor or Nizam of Bengal in 1770. സോ 1717 മൂർഷിദ് കുലി ഖാൻ ബംഗാളിലെ നിസാമായി ചാർജ് എടുത്തതോട് കൂടിയിട്ടാണ് ബംഗാൾ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. സോ ബംഗാളിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ആദ്യത്തെ ഒരു നിസാം ആയിരുന്നു ഈ പറഞ്ഞ മൂർഷിദ് കുലി ഖാൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ബംഗാൾ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ. ഹി വാസ് ദ ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ അപ്പോയിന്റഡ് ബൈ ദ മുഗൾ എംപയർ. മുഗൾ എംപയർ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന അവസാനത്തെ ഗവർണറുമായിരുന്നു, ബംഗാളിലെ ഗവർണർ ആയിരുന്നു ആര്, മൂർഷിദ് കുലി ഖാൻ. സോ ഒരു കഥാപാത്രത്തിന്റെ പേര് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, മൂർഷിദ് കുലി ഖാൻ. 1717 ബംഗാളിലെ ഗവർണർ അല്ലെങ്കിൽ നിസാമായിട്ട് ചാർജ് എടുത്ത ആളാണ് ഈ പറഞ്ഞ മൂർഷിദ് കുലി ഖാൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ബംഗാൾ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് വളർന്നു വന്നത്. അതുകൂടാതെ ഈ മൂർഷിദ് കുലി ഖാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് ആണ്, ഹി വാസ് ദ ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ അപ്പോയിന്റഡ് ബൈ ദ മുഗൾ എംപയർ. മുഗൾ എംപയർ അപ്പോയിന്റ് ചെയ്യുന്ന ബംഗാളിലെ അവസാനത്തെ ഗവർണർ ആയിരുന്നു മൂർഷിദ് കുലി ഖാൻ. അതൊക്കെ വേണമെങ്കിൽ ഒരു മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇനി മൂർഷിദ് കുലി ഖാന്റെ 1-2 അച്ചീവ്മെന്റുകളും കൂടി ആ ഒരു പേജ് നമ്പർ സെയിം പേജിൽ പറയുന്നുണ്ട്. മൂർഷിദ് കുലി ഖാൻ മെയ്ഡ് ബംഗാൾ എ കോൺസ്റ്റന്റ് റവന്യൂ പേയിങ് സർപ്ലസ് ഏരിയ. സോ ബംഗാളിനെ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആക്കി മാറ്റി എന്ന് കൂടാതെ തന്നെ കൃത്യമായിട്ട് നികുതി, വളരെ നിഷ്ഠയോട് കൂടിയിട്ട് നികുതി പിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് ബംഗാളിനെ അദ്ദേഹം മാറ്റി എന്നുള്ളതാണ്. സോ ഒരു സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി വേണം, പിന്നീട് കൃത്യമായിട്ടും ആ ഒരു സ്റ്റേറ്റിന്റെ നികുതി പിരിവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ ആ രാജ്യത്തിന് ഒരു നിലനിൽപ്പുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് നികുതി കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് ബംഗാളിനെ മാറ്റി എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, സോ മൂർഷിദ് കുലി ഖാന്റെ കാലം കഴിഞ്ഞു. മൂർഷിദ് കുലി ഖാനാണ് അസോസിയേറ്റ് ചെയ്ത് ഈ മൂന്ന് പോയിന്റുകൾ വരുന്നുള്ളൂ. മൂർഷിദ് കുലി ഖാന് ശേഷം വരുന്ന രണ്ടാമത്തെ കഥാപാത്രമാണ് സർഫസ് ഖാൻ. സോ മൂർഷിദ് കുലി ഖാന്റെ സക്സസർ ആയിരുന്നു സർഫസ് ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകളുടെ മകനായിരുന്നു സർഫസ് ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആയിരുന്നു അദ്ദേഹത്തിന്റെ സക്സസർ എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ ഈ സർഫസ് ഖാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1727 ഹി കൺട്രോൾ ഓഫ് ദ 2 provinces ഓഫ് ബംഗാൾ ആൻഡ് ഒറീസ. ബംഗാളിനെ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ്. ബംഗാളും ഒറീസയും ഈ പറഞ്ഞ സർഫസ് ഖാന്റെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൺട്രോളിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് പറയാവുന്നതാണ്. പിന്നീട് അദ്ദേഹം എന്ന് പറഞ്ഞാല് ഒരു ആർമി, അദ്ദേഹത്തിന് ഒരു നല്ലൊരു ആർമി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ആർമി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ ആ ഒരു ടെറിട്ടറി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയത്. സോ ഈ അതിനുശേഷം വരുന്ന മൂന്നാമത്തെ കഥാപാത്രമാണ് ഇപ്പൊ ആദ്യം മൂർഷിദ് കുലി ഖാൻ, പിന്നീട് അദ്ദേഹത്തിന്റെ മകളുടെ മകനായ സർഫസ് ഖാൻ വരുന്നു. അതിനുശേഷം വരുന്ന അടുത്ത ഒരു വ്യക്തിത്വമാണ് അലി വർദി ഖാൻ. മൂന്നാമത്തെ കഥാപാത്രമാണ് അലി വർദി ഖാൻ. ഈ അലി വർദി ഖാൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സഫറിന്റെ കമാൻഡർ ആയിരുന്നു അലി വർദി ഖാൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അലി വർദി ഖാൻ ഒരു ചതിയിലൂടെ ഈ പറഞ്ഞ സഫറിനെ പുറത്താക്കിക്കൊണ്ട്
അലി വർദി ഖാൻ ഈ ബംഗാളിന്റെ നവാബായിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, കുറച്ച് സെമീന്ദാർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ നികുതി പിരിക്കാൻ അവകാശപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ നികുതി പിരിക്കാൻ അവകാശപ്പെട്ട വ്യക്തികൾ ഈ സെമീന്ദാർമാരുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തി ഈ സർഫറിനെ പുറത്താക്കുകയും അദ്ദേഹം ബംഗാളിലെ നവാബായിട്ട് അവരോധിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നവാബായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇതുവരെയും ബംഗാളിന്റെ ഒരു ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ബംഗാളിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 3 കഥാപാത്രങ്ങൾ പ്രധാനമായിട്ടും വന്നു. ആദ്യത്തെ വ്യക്തി മുർഷിദ് കുലി ഖാൻ, പിന്നീട് വരുന്നത് സർഫറസ് ഖാൻ, പിന്നീട് വരുന്നത് അലി വർദി ഖാൻ. ഈ 3 പേരാണ് ആദ്യം വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അലി വർദി ഖാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്, അലി വർദി ഖാനൊക്കെ വരുന്ന സമയത്തേക്ക് പിന്നെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു ഉരസൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു തർക്കം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അലി വർദി ഖാൻ ഡിഡ് നോട്ട് പെർമിറ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ടു ഫോർട്ടിഫൈ ദ ഫാക്ടറീസ് ഇൻ കൽക്കട്ട ആൻഡ് ചന്ദർ നാഗൂർ. സോ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഒന്നും തന്നെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനോ ഫോർട്ടുകൾ സ്ഥാപിക്കുന്നതിനോ ഉള്ള അവകാശം അലി വർദി ഖാൻ ബംഗാളിൽ കൊടുത്തിരുന്നില്ല. ഓക്കെ, സോ അവിടുന്ന് തന്നെ ഒരു പ്രശ്നത്തിന്റെ ഒരു സ്പാർക്ക് ആരംഭിക്കാൻ അലി വർദി ഖാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കോ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കോ യാതൊരു തരത്തിലുള്ള ഫാക്ടറികളോ ഫോർട്ടുകളോ സ്ഥാപിക്കുന്നതിന് കൽക്കട്ടയിലും പരിസര പ്രദേശങ്ങളിലും അവകാശം നൽകിയിരുന്നില്ല. സോ 1756 ഈ പറഞ്ഞ അലി വർദി ഖാൻ മരിക്കുകയും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആയ സിറാജുദ്ദൗള നവാബായിട്ട് ചാർജ് എടുക്കുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ട് വരികയും ചെയ്തു. അപ്പോൾ ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു പേരാണ് സിറാജുദ്ദൗള എന്നുള്ളത്. ഓക്കെ, സോ അലി വർദി ഖാൻ 1756 മരിക്കുകയും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആയ സിറാജുദ്ദൗള അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ട് അല്ലെങ്കിൽ ബംഗാളിലെ നവാബായിട്ട് അവരോധിക്കുകയും ചെയ്തു. ഓക്കെ, സോ ഇതാണ് ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ബംഗാളിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. സോ ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ബംഗാളിന്റെ ചരിത്രം ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്താണ് ബംഗാളിൽ ഉണ്ടായിരുന്നുള്ളത്. സോ ആ ഒരു പോയിന്റുകളെല്ലാം ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18ാം നൂറ്റാണ്ടിന്റെ പകുതിയോട് കൂടിയിട്ട് ഏകദേശം 1850 കൂടിയിട്ട് മുഗൾ എംപയറിന്റെ ശക്തി ക്ഷയിക്കുകയും മുഗൾ എംപയറിന്റെ കീഴിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും ഇൻഡിപെൻഡന്റ് ആവുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഹൈദരാബാദ്, അവധ്, ബംഗാൾ. സോ ബംഗാളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബംഗാളിലെ മൂർഷിദ് കുലി ഖാന്റെ അണ്ടറിലായിരുന്നു ബംഗാൾ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് എമർജ് ചെയ്തത്. അദ്ദേഹം 1717 ബംഗാളിലെ നവാബായിട്ട് ചാർജ് എടുക്കുന്നത്. അദ്ദേഹമായിരുന്നു മുഗൾ എംപറർ മുഗൾ രാജാവ് അപ്പോയിന്റ് ചെയ്യുന്ന ലാസ്റ്റ് ബംഗാളിലെ നവാബായിരുന്നു ആര്? മൂർഷിദ് കുലി ഖാൻ എന്ന് പറയുന്നത്. കാരണം ബംഗാൾ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുഗൾ എംപയറിന്റെ കീഴിലുള്ള പ്രദേശമാണ് ബംഗാൾ. സോ അവിടെ നികുതി പിരിക്കുന്നതിനും അല്ലെങ്കിൽ അവിടുത്തെ നവാബിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ചുമതല ആർക്കാണ്? ഈ പറഞ്ഞ മുഗൾ എംപയർക്ക് തന്നെയാണ്, മുഗൾ രാജാവിന് തന്നെയാണ്. അങ്ങനെ മുഗൾ രാജാവ് അവസാനമായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് ആര്? ഈ പറഞ്ഞ മൂർഷിദ് കുലി ഖാൻ. പിന്നെ അതിനുശേഷം മുഗൾ എംപയർ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോവുകയാണ് ചെയ്തത്, ഇവർ ഇൻഡിപെൻഡന്റ് ആവുകയും ചെയ്തു. സോ ഈ മൂർഷിദ് കുലി ഖാൻ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് നികുതി കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് ബംഗാളിനെ മാറ്റി. അദ്ദേഹത്തിന് ശേഷം പിന്നീട് വന്നത് സർഫറസ് ഖാനാണ് അദ്ദേഹത്തിന് ശേഷം വന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ബംഗാൾ കൂടാതെ ഒറീസയും അദ്ദേഹത്തിന്റെ കൺട്രോളിൽ വന്നു. സോ ഇദ്ദേഹത്തിന് ഒരു ഗൂഢാലോചനയിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കമാൻഡർ ആയിരുന്ന അലി വർദി ഖാൻ ബംഗാളിലെ നവാബായിട്ട് മാറുകയുണ്ടായി. സോ അലി വർദി ഖാൻ എന്ന് പറയുന്നത് അലി വർദി ഖാന്റെ ടൈം തൊട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത്. കാരണം അലി വർദി ഖാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും തന്നെ എന്താണ് ബംഗാളിലോ കൽക്കട്ടയിലോ മറ്റു ഭാഗങ്ങളിലോ ഒന്നും തന്നെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനും ഈ ഫോർട്ടിഫൈഡ് സിറ്റികൾ സ്ഥാപിക്കുന്നതിനും ആരും പെർമിഷൻ കൊടുത്തിരുന്നില്ല. ഈ പറഞ്ഞ അലി വർദി ഖാൻ പെർമിഷൻ കൊടുത്തിരുന്നില്ല. ഹി ഡിഡ് നോട്ട് പെർമിറ്റ്. സോ അലി വർദി ഖാൻ 1756 അലി വർദി ഖാൻ മരിക്കുന്നു. അലി വർദി ഖാന്റെ ഗ്രാൻഡ് സൺ ആയ സിറാജുദ്ദൗള ആരായിട്ട് മാറുന്നു? ബംഗാളിലെ പുതിയ നവാബായിട്ട് മാറുകയാണ് ചെയ്തത്. ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിറാജുദ്ദൗള. ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ സിറാജുദ്ദൗളയായിട്ടുള്ള പോയിന്റുകൾ ഒരുപാട് നമുക്ക് വായിക്കാനായിട്ട് ഉണ്ട്. സോ ബ്രിട്ടീഷ് ഒക്കുപേഷൻ ഇൻ ബംഗാൾ. സോ ബ്രിട്ടീഷുകാർ ബംഗാളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ബംഗാളിന്റെ പശ്ചാത്തലം ഇതൊക്കെയാണ്. ഇന്ന റൂളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇതായിരുന്നു അവരുടെ പശ്ചാത്തലം. ഇനി ബ്രിട്ടീഷുകാരുടെ ഒരു കടന്നുവരവ്, ബംഗാളിലേക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. 1680 മുഗൾ എംപറർ ആയിരുന്ന ഔറംഗസേബിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു ഫർമാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാജ ഉത്തരവ് കിട്ടുന്നത്. എന്താണ്? ഒരു ട്രേഡിംഗ് സെന്റർ, ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ അതിനുള്ള അനുമതി കിട്ടുന്നത് മുഗൾ എംപററായ ഔറംഗസേബിൽ നിന്നാണ്. ഓക്കെ, 1680. സോ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രസൻസ് ബംഗാളിൽ എന്ന് ഉണ്ടായി എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വർഷവും ഈ പറഞ്ഞ പോയിന്റും മനസ്സിലുണ്ടാവണം. 1680-കളിലാണ്
എന്ത് സംഭവിക്കുന്നത്, ബ്രിട്ടീഷുകാരുടെ ഒരു സാന്നിധ്യം ബംഗാളിൽ വരുന്നത്. അതിന് കാരണം ഔറംഗസേബ് ആയിരുന്നു. മുഗൾ എംപററായ ഔറംഗസേബാണ് അവർക്കൊരു ഫാക്ടറി നിർമ്മിക്കാനുള്ള ഒരു അവകാശം കൊടുത്തത്. പിന്നീട് ഔറംഗസേബ് ഗ്രാൻഡഡ് ദം ടു റൈറ്റ് ടു ഡ്യൂട്ടി ഫ്രീ ട്രേഡ് ഇൻ ബംഗാൾ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔറംഗസേബ് ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള അവകാശം കൊടുത്തു എന്ന് മാത്രമല്ല, ഡ്യൂട്ടി ഫ്രീ ട്രേഡ്, ആ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ഹൈലൈറ്റ് ചെയ്യേണ്ട വേർഡാണ് ഡ്യൂട്ടി ഫ്രീ ട്രേഡ്. അതായത് നികുതി ഇല്ലാതെയുള്ള വ്യാപാരം, ഇല്ലാതെയുള്ള വ്യാപാരം ബംഗാളിൽ നടത്തുവാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തതും ഔറംഗസേബ് ആയിരുന്നു. സോ ഔറംഗസേബ് രണ്ട് രീതിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ചു. ഒന്ന്, അവർക്കൊരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള അനുമതി കൊടുത്തു. രണ്ട്, ഡ്യൂട്ടി ഫ്രീ ട്രേഡ് നടത്തുന്നതിനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. ഓക്കെ, സോ അതിന് പകരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുത്തതെന്ന് പറഞ്ഞാൽ ആനുവൽ പേയ്മെന്റ് ഓഫ് 3000 റുപ്പീസ്, 3000 രൂപ ആനുവൽ പേയ്മെന്റ് കൊടുത്തിട്ടാണ് അത് സ്വന്തമാക്കിയത്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഔറംഗസേബിന്റെ കോൺട്രിബ്യൂഷൻ. ഒന്ന്, ഡ്യൂട്ടി ഫ്രീ ട്രേഡ് നടത്താനുള്ള അവകാശം കൊടുത്തു. പിന്നീട് ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള അവകാശം കൊടുത്തു. സോ 1690 കൽക്കട്ടയിലാണ് ആദ്യമായിട്ട് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത്. പിന്നീട് നമുക്കറിയാം 1699 അവരെന്താണ്, അത് ഒരു ഫോർട്ട് വില്യം ആയിട്ട് അവർ ചേഞ്ച് ചെയ്തു. അവരുടെ ഒരു ട്രേഡിംഗ് സെന്റർ ആയിട്ട് ചേഞ്ച് ചെയ്തു. പിന്നീട് അത് എന്തായി മാറി, അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആയിട്ട് ഈ ഫോർട്ട് വില്യം മാറിയതായിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇതിനകത്ത് ഇനി വേറെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1698 1690, അപ്പൊ 1690 ഫസ്റ്റ് ഫാക്ടറി സ്ഥാപിക്കുന്നു. 1696 ഫോർട്ട് വില്യം സ്ഥാപിക്കുന്നു. 1698 വളരെ ഇമ്പോർട്ടന്റ് ആണ്, 3 വില്ലേജിന്റെ സെമീന്ദാരി റൈറ്റ്സ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടുന്നു. 3 വില്ലേജിന്റെ, ബംഗാളിലെ 3 വില്ലേജിന്റെ സെമീന്ദാരി റൈറ്റ്സ്. സെമീന്ദാരി റൈറ്റ്സ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു തന്നു. സെമീന്ദാരി റൈറ്റ്സ് എന്ന് പറഞ്ഞാല് റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരത്തിനാണ് സെമീന്ദാരി റൈറ്റ് എന്ന് പറയുന്നത്. റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം. സോ 3 വില്ലേജിലെ റവന്യൂ കളക്ട് ചെയ്യുന്നതിനുള്ള അധികാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1698 വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 1770 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോർട്ട് വില്യം ബിക്കം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ബംഗാൾ പ്രസിഡൻസി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഓൾറെഡി ആ പോയിന്റ് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 1770 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടർ ആയിട്ട്, അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആയിട്ട് ഫോർട്ട് വില്യം മാറുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ബംഗാളിലേക്കുള്ള അവരുടെ ഒരു ചുവടുവയ്പ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ 1680 ഔറംഗസേബ് ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള അവകാശം കൊടുക്കുന്നു, ഡ്യൂട്ടി ഫ്രീ ട്രേഡിനുള്ള അവകാശം കൊടുക്കുന്നു. 1690 ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നു. 1696 ഫോർട്ട് വില്യം സ്ഥാപിക്കുന്നു. 1698 3 വില്ലേജുകളുടെ സെമീന്ദാരി റൈറ്റ് അല്ലെങ്കിൽ റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം ലഭിക്കുന്നു. 1770 ഈ പറഞ്ഞ ഫോർട്ട് വില്യം അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ട്രേഡിംഗ് ഹെഡ് ക്വാർട്ടർ ആയിട്ട് മാറിയുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അപ്പോൾ ഈ ഒരു 4 വർഷം 80 മുതൽ 1770 വരെയുള്ള ആ ഒരു വർഷങ്ങൾ എന്തൊക്കെയായിരുന്നു സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കുക. സോ പിന്നീട് വീണ്ടും 1770 കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 26 മുഗൾ എംപറർ ആയിരുന്ന ഫറൂഖ് സിയാർ 1717 ഫർമാൻ ഇഷ്യൂഡ് ബൈ ദ മുഗൾ എംപറർ ഗ്രാൻഡഡ് ദ കമ്പനി റൈറ്റ് ടു ക്യാരി ഓൺ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് ടു റെന്റ് 38 വില്ലേജസ് അറൌണ്ട് കൽക്കത്ത ആൻഡ് യൂസ് ടു ദ റോയൽ മിന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ബ്രിട്ടീഷുകാരുടെ ഒരു ബംഗാളിൽ ഉണ്ടാവുന്നത്. അതൊരു അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. 1717 നമ്മൾ ഔറംഗസേബിന് ശേഷം 1717 വീണ്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ഫർമാൻ അല്ലെങ്കിൽ ഒരു രാജകീയ ഉത്തരവ് പതിച്ചു കിട്ടുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വീണ്ടും ഡ്യൂട്ടി ഫ്രീ ട്രേഡിനുള്ള ഒരു അവകാശം 38 വില്ലേജുകളിലും പിന്നീട് റോയൽ മിന്റ് യൂസ് ചെയ്യാനുള്ള അവകാശം. അവർക്ക് സ്വന്തമായിട്ട് തന്നെ എന്തുവാണ് ഈ രാജകീയ ഇതുള്ള നാണയങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് അച്ചടിക്കുന്നതല്ലേ എന്ന് പറയുന്ന ഇഷ്യൂ ചെയ്ത് ഉപയോഗിക്കാനുള്ള അവകാശം ഇതും കൂടി ആർക്ക് കൊടുക്കുകയാണ്? ഈ പറഞ്ഞ 1717 ഈ ഫാറൂഖ് സിയാർ എന്ന് പറയുന്ന മുഗൾ എംപറർ ഇവർക്ക് പതിച്ചു കൊടുക്കുകയാണ്. അപ്പോഴെന്ന് പറഞ്ഞാൽ വീണ്ടും ഡ്യൂട്ടി ഫ്രീ ട്രേഡ് കൊടുക്കുന്നു. ആ 38 വില്ലേജിലേക്കുള്ള ഒരു റവന്യൂ കളക്ഷനുള്ള ഉത്തരവാദിത്വം കിട്ടുന്നു. റോയൽ മിന്റ് യൂസ് ചെയ്യുന്നതിനുള്ള അവകാശം അവർക്ക് കിട്ടുന്നു. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളിലും അവരൊരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റോയൽ മിന്റ് യൂസ് ചെയ്യാനുള്ള അവകാശം പോലും അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്.
ഓക്കെ. സോ ഇവിടം തൊട്ടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞില്ല, രണ്ടാമത് വീണ്ടും ഡ്യൂട്ടി ഫ്രീ ട്രേഡിനുള്ള അവകാശം ഇവർക്ക് പതിച്ചു കിട്ടിയപ്പം 1717 പതിച്ചു കിട്ടിയപ്പം ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ദേ യൂസ്ഡ് അല്ലെങ്കിൽ ദേ സ്റ്റാർട്ടഡ് പ്രൈവറ്റ് ട്രേഡ്. അവർ ഇതിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ഈ ഒരു ഫർമൻ, ഈ ഒരു രാജകീയ ഉത്തരവിന്റെ മറവില് അവര് സ്വകാര്യ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു, പ്രൈവറ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രൈവറ്റ് ട്രേഡ് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് ആണ്. പ്രൈവറ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് എന്ത് കൊടുത്തത്, ഈ പറഞ്ഞ നികുതി ഇല്ലാതെ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ട്രേഡിനുള്ള അവകാശം കൊടുത്തത്. പക്ഷെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാര് ഈ ലൈസൻസിന്റെ മറവില് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, വ്യക്തിപരമായിട്ട് ഈ ട്രേഡ്, ഈ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് നടത്താൻ തുടങ്ങി, നികുതി അടയ്ക്കാതെ ട്രേഡ് നടത്താൻ തുടങ്ങി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ. അതിനെയാണ് ഈ പറഞ്ഞ പ്രൈവറ്റ് ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഡ്യൂട്ടി ഫ്രീ ട്രേഡിനോടുള്ള അവകാശം കൊടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ്. പക്ഷേ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാര് ഈ ഒരു ലൈസൻസ് മിസ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് വ്യക്തിപരമായിട്ട് ഇന്ത്യയിലെ സാധനങ്ങൾ നികുതി അടയ്ക്കാതെ ലാർജ് സ്കെയിലിൽ വാങ്ങിക്കൊണ്ട് അവർ ട്രേഡ് നടത്താൻ തുടങ്ങി. ഇതെന്ത് സംഭവിച്ചു, ഇത് വലിയ രീതിയിലുള്ള ഒരു ഖജനാവിന്, ബംഗാളിന്റെ ഖജനാവിന് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബംഗാളിലെ ഈ പറഞ്ഞ നവാബും അല്ലെങ്കിൽ ബംഗാളിലെ ഗവൺമെന്റും ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തെറ്റാനുണ്ടായ ഏറ്റവും പ്രധാന കാരണം ഈ പറഞ്ഞ പ്രൈവറ്റ് ട്രേഡ് ആയിരുന്നു. ഈ പ്രൈവറ്റ് ട്രേഡ്. സോ പ്രൈവറ്റ് ട്രേഡ് എന്നുള്ള പോയിന്റ് അത് മൈൻഡിൽ വെച്ചിരിക്കുക. So the Farman became a new source of conflict between the company and the new autonomous rulers of Bengal. Refused to extend the duty free trade provision. So എന്ന് പറഞ്ഞാൽ ബംഗാളിലെ അധികാരത്തിൽ വന്ന ഈ പറഞ്ഞ പുതിയ നവാബ് മൂർഷിദ് കുലി ഖാൻ ഉൾപ്പെടെയുള്ള, മൂർഷിദ് കുലി ഖാൻ തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ മൂർഷിദ് കുലി ഖാൻ ഒന്നും എന്തുവാണ്, ഈ പറഞ്ഞ ഈ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് എന്നുള്ള ഒരു പ്രൊവിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. കാരണം ബംഗാളിന് ഇത് വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്നത്, ബംഗാളിന്റെ ഖജനാവിന് വലിയ രീതിയിൽ ഇത് നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ഈ പറഞ്ഞ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് എന്നുള്ള ഒരു പ്രൊവിഷൻ അത് കണ്ടിന്യൂ ചെയ്യാൻ ആരാഗ്രഹിച്ചില്ല, ഈ പറഞ്ഞ മൂർഷിദ് കുലി ഖാൻ ആഗ്രഹിച്ചില്ല. ഈ മൂർഷിദ് കുലി ഖാൻ ഇത് ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ലെഡ് ടു ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ബംഗാൾ നവാബ് ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാളിലെ നവാബും തമ്മിൽ തെറ്റാൻ കാരണമായി. ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഉടക്ക് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 1717 മുതലാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ രണ്ടാമത് ഒരു ഫർമൻ, രണ്ടാമത് നമ്മുടെ ഈ പറഞ്ഞ ഫാറൂഖ് സിയാർ ഒരു ഡ്യൂട്ടി ഫ്രീ ട്രേഡിനുള്ള അവകാശം കൊടുത്തല്ലോ 1717. ആ വർഷം തൊട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാളിലെ നവാബും തമ്മിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറയുന്നു. ഓക്കെ. സോ ഇനി വരുന്ന മറ്റൊരു പോയിന്റ് ആയിട്ട് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പറയുന്നതാണ് 1717 ഈ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 1755 എന്താണ് സംഭവിച്ചത് കഴിഞ്ഞാൽ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെന്താണ്, അവർ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ നവാബ്, നവാബിന്റെ പെർമിഷൻ ഇല്ലാതെ ഈ ഒരു ഫോർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫോർട്ടിഫിക്കേഷൻ കൽക്കട്ടയിൽ ഈ പറഞ്ഞ ഒരു ഫോർട്ട്, ഒരു കോട്ട നിർമ്മിക്കാൻ, അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അവർ നടത്തി. അതിന് നവാബിന്റെ പെർമിഷൻ ഇല്ല. നവാബ് അത് സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും എന്താണ്, ആ ഒരു നിയന്ത്രണം വകവയ്ക്കാതെ ഇവരെന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഫോർട്ടിഫിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർട്ടിന്റെ നിർമ്മാണം ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഇതെന്തുവാണ്, ഇവര് തമ്മിൽ ഒരു തർക്കം കൂടുതൽ രൂക്ഷമാകാൻ ഇത് കാരണമായി. സോ നവാബിന്റെ പെർമിഷൻ ഇല്ലാതെ നവാബിന്റെ രാജ്യത്ത് ബ്രിട്ടീഷുകാര് കെട്ടിടങ്ങൾ നിർമ്മിക്കുക, അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ നിർമ്മിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് നവാബും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു വലിയ രീതിയിലുള്ള തർക്കത്തിന് കാരണമായി. ഈ ഒരു തർക്കം അതിന്റെ ഒരു പീക്ക് ലെവലിൽ എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിറാജുദ്ദൗള നവാബായിട്ട് ചാർജ് എടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിറാജുദ്ദൗള എന്നുള്ള പേരിൽ അപ്പോഴേ മനസ്സിൽ വെക്കണം. അത് നമ്മൾ ഇനി മുന്നോട്ടുള്ള പോയിന്റുകളിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിറാജുദ്ദൗള 1756 ചാർജ് എടുത്തതോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞ ഇവര് തമ്മിലുള്ള ഒരു തർക്കം ഒരു യുദ്ധം പോലുള്ള ഒരു ഡയമെൻഷനിലേക്ക് എത്തുന്നത് അപ്പോഴാണ്. ഓക്കെ. സോ ഇത്രയുമാണ് ബ്രിട്ടീഷുകാരുടെ ബംഗാളിലെ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റാണ് ബ്രിട്ടീഷുകാരുടെ ബംഗാളിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഒരു കാലുറപ്പിച്ചതെന്നുള്ളത്. സോ ഇതിനകത്ത് ഓൾറെഡി പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള ഒരു സംഗതിയിലേക്ക് ഇത് മാറുന്നത് 1717 ഈ പറഞ്ഞ മുഗൾ എംപററായ ഫാറൂഖ് സിയാർ ഇവർക്കൊരു ഡ്യൂട്ടി ഫ്രീ ട്രേഡിനുള്ള അവകാശവും 38 വില്ലേജിലുള്ള റെന്റിനുള്ള എന്തുവാണ് ഈ സെമീന്ദാരി റൈറ്റ്സും പിന്നീട് എന്തുവാണ് ഈ പറഞ്ഞ പോലെ റോയൽ മിന്റ് യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുത്തത് കൂടിയിട്ടാണ്. അപ്പോൾ ഇത് ബംഗാളിന് ഇത് ബാധിച്ച രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം ഈ ഒരു ഡ്യൂട്ടി ഫ്രീ ട്രേഡ് വരുത്തി വെക്കുന്നത് കൊണ്ട് ബംഗാളിലെ നവാബ് ഒരു തരത്തിലും ഈ ഒരു പ്രൊവിഷൻ അംഗീകരിക്കാൻ തയ്യാറായത്. പിന്നീട് ഈ ഒരു ഡ്യൂട്ടി ഫ്രീ ട്രേഡിന്റെ അതിന്റെ ഒരു മറവില്
ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ പ്രൈവറ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. സോ എന്ത് സംഭവിക്കുന്നു, ഇത് ഒരു തരത്തിൽ എൻകറേജ് ചെയ്യാൻ ആരും തയ്യാറായില്ല. ഇംഗ്ലീഷ് ഈ പറഞ്ഞ ബംഗാളിലെ നവാബ് തയ്യാറായില്ല. സ്വാഭാവികമായിട്ടും ബംഗാളിലെ നവാബും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഒരു ഉരസൽ ആരംഭിക്കുന്നത് 1717 സോ ഇതിന് വേറൊരു രീതിയിൽ വേറൊരു ഡയമെൻഷനിലോട്ട് കൊണ്ടുപോയത് 1755 വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ബംഗാൾ നവാബ് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു, കൽക്കട്ടയിൽ ഒരു ഫോർട്ടിഫിക്കേഷൻ, ഒരു ഫോർട്ടിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തു. ഒരു കോട്ടയുടെ നിർമ്മാണം അവർ സ്റ്റാർട്ട് ചെയ്തു വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദ നവാബ്. ഇതോട് കൂടിയിട്ട് തർക്കം കൂടുതൽ രൂക്ഷമായി. പിന്നീട് സിറാജുദ്ദൗള ബംഗാളിലെ നവാബായിട്ട് അധികാരം ഏറ്റതോട് കൂടിയിട്ട് ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വേറൊരു ഡയമെൻഷനിൽ എത്തുകയാണ് ചെയ്തത്. യുദ്ധം പോലൊരു കാര്യങ്ങളിലേക്ക് അത് നീങ്ങുകയും ചെയ്തു. ഓക്കെ, സോ ഇത്രയുമാണ് ആ ഒരു ബ്രിട്ടീഷുകാരുടെ ബംഗാളിലെ ഒരു തുടക്കം എന്ന് പറയുന്നത്. സോ ഇനി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ നവാബ് ആൻഡ് ബ്രിട്ടീഷ്. സോ ഇനി കോൺഫ്ലിക്റ്റിലേക്ക് കടന്നു കഴിഞ്ഞു. 1717 കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 1755 ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ കടുത്തു. സിറാജുദ്ദൗള 1756 അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും അതൊരു യുദ്ധം പോലുള്ള രീതിയിലേക്ക്, ആ സംഗതിയിലേക്ക് അത് മാറുകയും ചെയ്തു. സോ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ നവാബ് ആൻഡ് ബ്രിട്ടീഷ്, പേജ് നമ്പർ 26. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പേജ് നമ്പർ 26 ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1717 ഇവർക്കൊരു ഡ്യൂട്ടി ഫ്രീ ട്രേഡിന്റെ ലൈസൻസ് ഗവൺമെന്റ് ഈ പറഞ്ഞ മുഗൾ എംപറർ പതിച്ചു നൽകിയതായിട്ട് പറഞ്ഞു 1717. അതിനകത്തൊരു പോയിന്റ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദ കമ്പനി റെഫ്യൂസ്ഡ് ടു പേ ദ ടാക്സസ് ആൻഡ് മിസ്യൂസിംഗ് ദ ട്രേഡ് ലൈസൻസ് ബട്ട് ഗിവൺ ബൈ ദ മുഗൾ റൂളർ. സോ കമ്പനി എന്ന് പറയുന്നത് നികുതി കൊടുക്കാൻ തയ്യാറായില്ല. അത് മാത്രമല്ല ഈ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് എന്നുള്ള ഒരു ലൈസൻസ് അവർ മിസ്യൂസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, നികുതി കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. രണ്ട്, ലൈസൻസ് അവർ മിസ്യൂസ് ചെയ്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് ഡ്യൂട്ടി ഫ്രീ ട്രേഡിനുള്ള അവകാശം കൊടുത്തത് എങ്കിലും കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ ഈ ലൈസൻസ് മിസ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ തന്നെ ഇൻഡിവിജ്വലായിട്ട് അവർ തന്നെ ഇൻഡിവിജ്വലായിട്ട് ട്രേഡ് നടത്താൻ തുടങ്ങി. ഇതെല്ലാം വലിയ ഭാരിച്ച രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു ലോസ് ആർക്കുണ്ടാക്കി വെച്ചു, ഈ പറഞ്ഞ ബംഗാളിന് ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. ഓക്കെ, സോ ഇനി വരുന്നൊരു പോയിന്റ് എന്ന് പറയുമ്പം, ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അത് ഞാൻ വായിച്ചപ്പോഴത്തേക്ക് മാറി വായിച്ചു. 1755 ഈ പറഞ്ഞ ഫോർട്ടിഫിക്കേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു. സിറാജുദ്ദൗള നവാബായപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, ഇത് വേറൊരു ഡയമെൻഷനിലോട്ട് മാറുകയും ചെയ്തു. സോ ദ ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് ഓക്കുപേഷൻ ഓഫ് ബംഗാൾ. ബംഗാളിലെ ബ്രിട്ടീഷ് ഓക്കുപേഷന്റെ ഒരു ഇമ്പാക്ട് എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. സോ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇവര് ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, പ്രൈവറ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ ലൈസൻസ് മിസ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെയൊക്കെ ഇമ്പാക്ട് ബംഗാളിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ബംഗാളിന് വലിയ രീതിയിലുള്ള ഒരു ഖജനാവിന് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഈ ബ്രിട്ടീഷുകാർ കാരണം ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾറെഡി ആ പോയിന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫർമാൻ ഗ്രാൻഡഡ് ബൈ ദ ബ്രിട്ടീഷ് ബൈ ദ മുഗൾ എംപറർ അലോ ദം ടു കണ്ടക്ട് ഫ്രീ ട്രേഡ് ഇൻ ബംഗാൾ. ബംഗാളിൽ ഫ്രീ ട്രേഡ് നടത്താനുള്ള ഒരു പെർമിഷൻ ആണ് മുഗൾ എംപറർ ആർക്ക് കൊടുത്തത്, ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തത്. ഇത് റിസൾട്ടിങ് ഇൻ റവന്യൂ ലോസ് ഫോർ ബംഗാൾ. ഇത് ബംഗാളിന് വലിയ രീതിയിലുള്ള ഒരു റവന്യൂ നഷ്ടത്തിലേക്ക് കാരണമായി. കാരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് അവർ നടത്തുന്ന ട്രേഡിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അത്ര വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് അവര് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ആ രീതിയിലേക്ക് വലിയൊരു എമൗണ്ട് അവർ കൊണ്ടുപോകുമ്പോഴത്തേക്കും അത് വലിയ രീതിയിലുള്ള ഖജനാവിന് വലിയ രീതിയിലുള്ള നഷ്ടം ബംഗാളിന് വരുത്തി വെച്ചു. ഓക്കെ, പിന്നീട് ആ ഒരു പോയിന്റ് പേജ് നമ്പർ 27 ഒരു പോയിന്റ് കിടപ്പുണ്ട്. വെൻ സിറാജുദ്ദൗള became the Nawab, he demanded that the British had to trade on the same terms as Indian merchants. സിറാജുദ്ദൗള അധികാരത്തിൽ വന്ന് നവാബായി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരു വ്യവസ്ഥ വെച്ചു. ഇന്ത്യൻ മെർച്ചന്റ്സ് എങ്ങനെയാണോ ട്രേഡ് നടത്തുന്നത് അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ ടേംസ് ആൻഡ് കണ്ടീഷനിൽ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ട്രേഡ് നടത്തണം എന്ന് പറഞ്ഞ് ഇന്ത്യക്കാർക്ക് ഇവിടെ എന്താണ് ട്രേഡ് നടത്തുമ്പോൾ ടാക്സ് ഉണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അതേ നിയന്ത്രണം അതേ ടാക്സ് ആരും കൊടുക്കണം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൊടുക്കണം എന്ന ഒരു നിയമം അല്ലെങ്കിൽ അന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ആരെ? സിറാജുദ്ദൗള മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്താണ് ഇത് ചെവിക്കൊണ്ടതേയില്ല. അവരിത് പാടെ തള്ളിക്കളഞ്ഞു. അവരെന്താണ് ഈ നവാബിന്റെ പെർമിഷൻ ഇല്ലാതെ ഫോർട്ടുകൾ കെട്ടാൻ തുടങ്ങി. നവാബ് എന്ന് പറയുന്ന വ്യക്തിയെ അവര് കംപ്ലീറ്റ് ആയിട്ട് അവർ നെഗ്ലക്ട് ചെയ്യാൻ തുടങ്ങി. സോ ഇതെന്ത് ചെയ്തു? ഇറ്റ് റിസൾട്ടഡ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ കൺഫേം ആണ്, അതിനകത്ത് ഒരു ഡൗട്ടും വിചാരിക്കേണ്ട. ബാറ്റിൽ ഓഫ് പ്ലാസി 1757 സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
സോ ഇറ്റ് റിസൾട്ടഡ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് ഇത് ചെന്ന് അവസാനിക്കുകയും ചെയ്തു. സോ അത് ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബക്സാർ ആണ് നിങ്ങളുടെ അടുത്ത യൂണിറ്റ്. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത യൂണിറ്റിൽ പറയാം. ഒരു മിനിറ്റ്, അടുത്ത യൂണിറ്റിൽ അത് എന്താ പറയുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കട്ടെ. ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് പ്ലാസി അടുത്ത യൂണിറ്റിൽ ഡീറ്റെയിൽ. സോ 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ഇത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറഞ്ഞാൽ സിറാജുദ്ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധമാണ്. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത യൂണിറ്റിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞുതരാം. ബാറ്റിൽ ഓഫ് പ്ലാസി എന്താണ്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മണ്ണിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടുന്ന ആദ്യത്തെ പൊളിറ്റിക്കൽ വിക്ടറിയാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. അതാണ് ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം. ഇന്ത്യൻ മണ്ണിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടുന്ന ആദ്യത്തെ ഒരു പൊളിറ്റിക്കൽ വിക്ടറിയാണ്. അതാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് അവര് ഇപ്പൊ പറയുന്നത് അവരും ഇതിനു മുമ്പ് ഫ്രഞ്ചുകാരെ പരാജയപ്പെടുന്ന ഡച്ചുകാരെ പരാജയപ്പെടുന്ന ഒന്നാണ്. അവര് ഫോറിനേഴ്സ് തമ്മിലുള്ള ഒരു ബാറ്റിലാണ്. പക്ഷെ ഇന്ത്യൻ മണ്ണിൽ ഒരു ഇന്ത്യൻ ഒരു അതോറിറ്റീനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവര് നേടുന്ന ആദ്യത്തെ വിജയമായിരുന്നു ഏത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി സംഭവിക്കുന്നത്. ഓക്കെ, സിറാജുദ്ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ പങ്കെടുത്ത രണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്, സിറാജുദ്ദൗള ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സോ അതിന്റെ ഒരു കാരണം എന്താണ് ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഇംഗ്ലീഷുകാര് ഈ ട്രേഡ് മിസ്യൂസ് ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള ഖജനാവിന് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിച്ചു. സ്വാഭാവികമായിട്ടും നവാബായിരുന്ന സിറാജുദ്ദൗള ഇന്ത്യൻ മർച്ചന്റ്സ് ഏതൊക്കെ ടേംസിലാണോ കച്ചവടം നടത്തുന്നത് അതേ ടേംസിൽ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കച്ചവടം നടത്തണം. അതായത് ഡ്യൂട്ടി ഫ്രീ ട്രേഡ് അനുവദിക്കത്തില്ല എന്നൊരു നിലപാട് ഈ പറഞ്ഞ സിറാജുദ്ദൗള എടുത്തു. അദ്ദേഹം ബ്രിട്ടീഷുകാർ ഫോർട്ടുകൾ കെട്ടുന്നത് അദ്ദേഹം നിയന്ത്രണം കൊണ്ടുവന്നു. പക്ഷെ ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രദ്ധിച്ചില്ല. അവർ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് കണ്ടിന്യൂ ചെയ്തു. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കാൻ വിസമ്മതിച്ചു. വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദ നവാബ് ദേ സ്റ്റാർട്ടഡ് ഫോർട്ടിഫിക്കേഷൻ. അവര് ബംഗാളിന്റെ പല ഭാഗങ്ങളിലും ഫോർട്ടിഫിക്കേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാമാണ് 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ചെന്ന് അവസാനിക്കുന്നത്. ഓക്കെ, 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നു. 1857 ഗ്രേറ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ 1857 ഗ്രേറ്റ് റിവോൾട്ട് സംഭവിക്കുകയാണ്. കറക്റ്റ് 100 വർഷം കഴിഞ്ഞപ്പോൾ 1757 കഴിഞ്ഞ് 1857 കറക്റ്റ് 100 വർഷം ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? 1857 മഹത്തായ വിപ്ലവം ഇന്ത്യയിൽ നടക്കുന്നത്. സോ അതിന്റെ ഒരു നമ്മുടെ ഒരു ഇതെടുക്കുമ്പം ചരിത്രം പറയുമ്പോഴത്തേക്കും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണം എന്ന് പറയുമ്പോഴത്തേക്ക് 1757 മുതൽ 1857 വരെ 100 വർഷ കാലയളവിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലും 1858 മുതൽ 1947 വരെ ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് നിയന്ത്രണത്തിൽ വരും. ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇന്ത്യ ഒരു 200 വർഷ കാലയളവ് 190 വർഷം എടുക്കുമ്പോൾ അതിൽ 100 വർഷവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീടുള്ള 90 വർഷമാണ് ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യനെ കൺട്രോൾ ചെയ്ത് ഇന്ത്യയിൽ ഭരിച്ചത്. ഓക്കെ, സോ 100 വർഷമായിരുന്നു. ഈ ഒരു 1757 ഇന്ത്യൻ മണ്ണിൽ അവർ ആദ്യത്തെ വിജയം നേടി. അവർ പിന്നെ ഇന്ത്യ വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവരെ പുറത്താക്കുന്നത് 1857 100 വർഷം എടുത്തു. പിന്നീട് അവർ ഇന്ത്യയിൽ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കി. സോ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബാറ്റിൽ ഓഫ് ബക്സാർ അതിനകത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത യൂണിറ്റിനകത്ത് പറയാം. ഓക്കെ, സോ ഇതിനകത്ത് റീക്യാപ്പുകളുണ്ട്. പിന്നീട് ഒരു 8-10 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെല്ലാം ഫോളോ അപ്പ് ചെയ്യുക. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഇന്നലെ പറഞ്ഞതുപോലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഒരു 5 മാർക്കിന്റെ എസ്ഐയിൽ അല്ലെങ്കിൽ ഒരു 10 മാർക്കിന്റെ എസ്ഐക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതാണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് 4 4 യൂണിറ്റ് ഉള്ളു. യൂണിറ്റ് 4 ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബാറ്റിൽ ഓഫ് ബക്സാർ. ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബാറ്റിൽ ഓഫ് ബക്സാർ അതാണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ആ വർഷം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം നടക്കുന്നത് സിറാജുദ്ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ്. സിറാജുദ്ദൗള ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ആ ഒരു ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്, എന്നാണ് യുദ്ധം നടക്കുന്നത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1757 സിറാജുദ്ദൗള ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, so the battle of Plassey that fought in the region of West Bengal in 1757.
വെസ്റ്റ് ബംഗാളിലെ പ്ലാസി എന്ന പ്രദേശത്ത് വെച്ച് 1757 എന്ത് ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫോർട്ട് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് സിറാജുദ്ദൗള. സിറാജുദ്ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിരുന്നു. കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ റോബർട്ട് ക്ലൈവ് ആൻഡ് സിറാജുദ്ദൗള എന്ന് പറയാം. റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമാൻഡർ ആയിരുന്നു റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജുദ്ദൗളയെ നേരിടുന്നത്. സോ സിറാജുദ്ദൗള ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ ശരിയാണ്. സിറാജുദ്ദൗള ആൻഡ് റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞാലും തെറ്റല്ല. ഓക്കെ, സോ ഇതായിരുന്നു ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ ഒരു കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ്. ഡ്യൂട്ടി ഫ്രീ ട്രേഡ് അവർ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇതുകൂടാതെ തന്നെ the English started fortifying Calcutta without obtaining permission from the നവാബ്. നവാബിന്റെ പെർമിഷൻ ഇല്ലാതെ അവർ കൽക്കട്ടയിൽ എന്താണ് കോട്ടകളുടെ അല്ലെങ്കിൽ അവരുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റിന് കാരണമായതായിട്ട് പറയുന്നുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാല് സോ ഇതിനു മുമ്പ് ചെറിയൊരു വിജയം നമ്മൾ സിറാജുദ്ദൗളയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. വിജയം വേറൊന്നുമില്ല, 1756 നവാബിന്റെ നേതൃത്വത്തിലുള്ള ഒരു ആർമി ഫോർട്ട് വില്യമിലേക്ക് മാർച്ച് ചെയ്യുകയും ഫോർട്ട് വില്യം കൈവശപ്പെടുത്തുകയും ചെയ്തു. 1756 അതായത് നമ്മുടെ ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നതിന് കൃത്യം ഒരു വർഷം മുമ്പ് സിറാജുദ്ദൗളയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഫോർട്ട് വില്യമിലേക്ക് പോവുകയും ഫോർട്ട് വില്യം പിടിച്ചെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരെ പുറത്താക്കിക്കൊണ്ട് ഫോർട്ട് വില്യം പിടിച്ചെടുക്കുകയും ചെയ്തു. ഓക്കെ, സോ ഈ പറഞ്ഞ സിറാജുദ്ദൗളയുടെ വിജയം എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ സമയത്തേക്കുള്ള ഒരു വിജയമായിരുന്നു. കാരണം റോബർട്ട് ക്ലൈവ് കൽക്കട്ടയിലേക്ക് വരികയാണ്. റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ട് ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ്, കമാൻഡറാണ്. അദ്ദേഹം മദ്രാസിൽ നിന്ന് അദ്ദേഹം കൽക്കട്ടയിലേക്ക് വരുന്നു. കൽക്കട്ടയിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ റോബർട്ട് ക്ലൈവിന്റെ ആർമീനെ പരാജയപ്പെടുത്തിയതിനു ശേഷം എന്താണ് ഈ പറഞ്ഞ വില്യം ഫോർട്ട് അദ്ദേഹം തിരിച്ചു പിടിക്കുന്നു. വില്യം ഫോർട്ട് തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ പറഞ്ഞ എന്താണ് ഫോർട്ട് ഈ പറഞ്ഞ സിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോട്ടകൾ കെട്ടുന്നതിന് അല്ലെങ്കിൽ ഫോർട്ടിഫൈ ചെയ്യാനുള്ള പെർമിഷൻ ആരിൽ നിന്ന് ഡിമാൻഡ് വാങ്ങുകയും ചെയ്യുന്നു, ഈ പറഞ്ഞ സിറാജുദ്ദൗളയുടെ കൈകളിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്യും. ഓക്കെ, മുമ്പുണ്ടാവുന്ന സംഗതികൾ എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ ഇവര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ കാരണം എന്താണെന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം ഈ പറഞ്ഞ സിറാജുദ്ദൗള ഫോർട്ട് വില്യം പിടിച്ചെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ പുറത്താക്കുന്നു. മദ്രാസിൽ നിന്ന് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം വരുന്നു. ഫോർട്ട് വില്യം അവർ തിരിച്ചു പിടിക്കുന്നു. സിറാജുദ്ദൗളയെ മാറ്റി നിർത്തിയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു, അവിടെ കോട്ടകൾ കെട്ടുന്നതിനുള്ള സിറ്റി ഫോർട്ടിഫൈ ചെയ്യാനുള്ള പെർമിഷനും സിറാജുദ്ദൗളയുടെ കൈകളിൽ നിന്ന് അവർ ഡിമാൻഡ് ചെയ്ത് വാങ്ങിയെടുക്കുകയും ചെയ്തു. ഇതാണ് നമ്മളുടെ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇനി മെയിൻ ബാറ്റിൽ ഓഫ് പ്ലാസിലേക്ക് കിടക്കുകയാണ്. സോ ഈ സിറാജുദ്ദൗള കട്ടാവുന്നുണ്ടോ? കട്ടാവുന്നു. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റേഞ്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഡിബിൾ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ, എന്തെങ്കിലും ചെറിയ പ്രശ്നമായിരിക്കും, റേഞ്ചിന്റെ പ്രശ്നമായിരിക്കേ. സോ ഇനി ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ മെയിൻ പോയിന്റിലേക്ക് കിടക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക, ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് വരികയാണ്. അപ്പോൾ സോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അല്ലെങ്കിൽ റോബർട്ട് ക്ലൈവ് ഉൾപ്പെടുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവർക്ക് സിറാജുദ്ദൗളയെ പോലെ ഒരു വ്യക്തിയെ ബംഗാളിൽ നവാബായിട്ട് ബംഗാളിൽ അവർക്ക് വേണം. സിറാജുദ്ദൗള എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും ഒരിക്കലും അവരുടെ ഒരു കളിപ്പാവയാവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല എന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെന്താണ് സിറാജുദ്ദൗളയെ പുറത്താക്കിക്കൊണ്ട് വേറൊരു നവാബിനെ, അതായത് അവരുടെ ഒരു കളിപ്പാവയായിട്ട് അവരുടെ കൈകളിലെ ഒരു പപ്പറ്റായിട്ട് ഇരിക്കാൻ താല്പര്യമുള്ള ഒരു നവാബിനെ ബംഗാളിൽ നിയമിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ സിറാജുദ്ദൗളയുമായിട്ടൊരു യുദ്ധത്തിന് അവർ തയ്യാറെടുത്തു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സിറാജുദ്ദൗള ഒരു തവണ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തിയതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സപ്പോർട്ടോട് കൂടിയിട്ട് സിറാജുദ്ദൗളയുടെ വിജയം ബ്രിട്ടീഷുകാര് ഒരു സൈഡിൽ കൂടെ അവരെ വിജയം കണ്ടിരുന്നു. ഇൻ കേസ് ഏതെങ്കിലും കാരണം വെച്ചാൽ സിറാജുദ്ദൗള വിജയിച്ചാലോ എന്നുള്ള ഒരു ഡൗട്ട് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു കോൺസ്പെറൻസി
അവിടെ രൂപപ്പെടുത്തുകയാണ്, ഒരു ഗൂഢാലോചന അവിടെ നടത്തുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവര് സിറാജുദ്ദൗളയ്ക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തും. എന്തായിരുന്നു ആ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സിറാജുദ്ദൗളയുടെ കമാൻഡർ ആയിരുന്ന മിർ ജാഫർ, ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിർ ജാഫർ. സിറാജുദ്ദൗളയുടെ കമാൻഡർ ചീഫ് ആയിരുന്ന മിർ ജാഫറുമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കോൺസ്പെറൻസി രൂപപ്പെടുത്തുന്ന, ഒരു ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നു സിറാജുദ്ദൗളയുടെ കമാൻഡർ ചീഫായ മിർ ജാഫറുമായിട്ട്. അപ്പോൾ നോക്കൂ, ഒരു യുദ്ധം ചെയ്യുമ്പം അതിന്റെ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ട വ്യക്തിയാണ് ആര്? ഈ പറഞ്ഞ കമാൻഡർ ചീഫ് എന്ന് പറയുന്നത്. അപ്പൊ സിറാജുദ്ദൗള യുദ്ധത്തിൽ ഏർപ്പെടുമ്പം മുൻനിരയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട വ്യക്തിയാണ് മിർ ജാഫർ, കമാൻഡർ ഇൻ ചീഫ്. പക്ഷെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിർ ജാഫറുമായിട്ട് ഒരു കോൺസ്പെറൻസി ട്രീറ്റ്മെന്റ് ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നു. അതായത് ഒരു ഗൂഢാലോചന, ഒരു എഗ്രിമെന്റിൽ അവർ എത്തിച്ചേരുന്നു. വേറെ ഒന്നുമല്ല എഗ്രിമെന്റ്, ഈ യുദ്ധം നടക്കുമ്പം മിർ ജാഫർ യുദ്ധം ചെയ്യരുത്. യുദ്ധം നടക്കുമ്പം സിറാജുദ്ദൗളയ്ക്ക് വേണ്ടി മിർ ജാഫർ യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യാതെ മാറി നിൽക്കണം, സിറാജുദ്ദൗള പരാജയപ്പെടണം. സിറാജുദ്ദൗള പരാജയപ്പെടുവാണെങ്കിൽ ആരാണ് അടുത്ത നവാബ്? മിർ ജാഫറിനെ ബംഗാളിൽ അടുത്ത നവാബായിട്ട് മാറ്റും. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു ഓഫർ എന്ന് പറയുന്നത്. സോ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഓഫർ ആര് സ്വീകരിക്കുകയാണ്? മിർ ജാഫർ സ്വീകരിക്കുകയാണ്. അപ്പോഴൊരു ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് ഒരു കോൺസ്പെറൻസിയുടെ പുറത്ത് വന്ന ഒരു യുദ്ധമാണ്. കോൺസ്പെറൻസി മേലിലായിരുന്നു അവർ ബ്രിട്ടീഷുകാർ എന്ത് സംഭവിക്കുന്നത്, അവിടെ ഒരു വിജയം നേടുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ ആ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ബ്രിട്ടീഷുകാർ ഒരു കോൺസ്പെറൻസി, ഒരു ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നു. കാരണം സിറാജുദ്ദൗളയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന മിർ ജാഫറുമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു കോൺസ്പെറൻസി ട്രീറ്റിയിൽ ഏർപ്പെടുന്നു. കാരണം മിർ ജാഫറാണ് സിറാജുദ്ദൗളയുടെ കമാൻഡർ ഇൻ ചീഫ്. ബാറ്റിൽ ഫീൽഡിൽ യുദ്ധം നടക്കുമ്പോൾ മിർ ജാഫർ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നൊരു പ്രോമിസ് അവർ കൊടുത്തു. പകരം സിറാജുദ്ദൗള പരാജയപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത നവാബായിട്ട് മിർ ജാഫറെ അപ്പോയിന്റ് ചെയ്യാമെന്ന് ബ്രിട്ടീഷുകാരും പ്രോമിസ് ചെയ്യുന്നു. സോ അങ്ങനെ ആ ഒരു കോൺസ്പെറൻസി, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ യുദ്ധം നടക്കുന്നു. യുദ്ധത്തിൽ മിർ ജാഫർ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും സിറാജുദ്ദൗള പരാജയപ്പെടുന്നു. വർഷം 1757 ജൂൺ 23 ഇത് സംഭവിക്കുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തതിന് വേണം. 1757 ജൂൺ 23. സോ അങ്ങനെ മിർ ജാഫർ യുദ്ധം ചെയ്തില്ല, സിറാജുദ്ദൗളയെ ചതിച്ചു. സിറാജുദ്ദൗള പരാജയപ്പെട്ടു, അദ്ദേഹം നാട് വിട്ടു പോകുന്നു. സോ മിർ ജാഫറിനെ അടുത്ത നവാബായിട്ട്, പറഞ്ഞതുപോലെ തന്നെ മിർ ജാഫറിനെ അടുത്ത നവാബായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെ അപ്പോയിന്റ് ചെയ്യാണ്? ബംഗാളിൽ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നീട് സിറാജുദ്ദൗള മരിക്കുകയാണ്. സിറാജുദ്ദൗള എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ സിറാജുദ്ദൗള പരാജയപ്പെടുന്നു. നേരത്തെ പറഞ്ഞ കോൺസ്പെറൻസി അഡ്ജസ്റ്റ്മെന്റിൽ മിർ ജാഫർ എന്താവുന്നു? ഈ പറഞ്ഞ ബംഗാളിലെ നവാബായിട്ട് അധികാരത്തിൽ വരികയും ചെയ്യുന്നു. സോ ഇതാണ് എന്ത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി എസ്റ്റാബ്ലിഷ്ഡ് ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ബംഗാൾ. ബംഗാളിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉറപ്പിച്ച യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് വേറൊരു പോലെ, ദ മേജർ പാർട്ട് ഓഫ് ദ നവാബ് ആർമി അണ്ടർ ദ മിർ ജാഫർ വാസ് നോട്ട് എൻഗേജ്ഡ് ഇൻ ദ ഫൈറ്റ്. സോ അവരെന്ന് പറഞ്ഞാൽ മിർ ജാഫറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമാൻഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ആർമി ഈ യുദ്ധത്തിൽ പങ്കെടുത്തതേ ഇല്ല. അവർ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് മാറി നിന്നു. അത് ബ്രിട്ടീഷുകാരോട്ടുള്ള ഒരു കോൺസ്പെറൻസിയുടെ പുറത്തായിരുന്നു. സോ സ്വാഭാവികമായിട്ടും നവാബിന് സിറാജുദ്ദൗളയ്ക്ക് ഒറ്റയ്ക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. മിർ ജാഫർ അടുത്ത നവാബായിട്ട് ചാർജ് എടുക്കുകയും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് എന്ത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ ഒരു റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് പ്ലാസി മെയ്ഡ് ദ ഇംഗ്ലീഷ് നമ്മൾ ഓൾറെഡി ആ ഒരു പോയിന്റ് പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ ഒരു ശക്തി ബംഗാളിൽ ഉറപ്പിച്ചു നിർത്തിയത് ബാറ്റിൽ ഓഫ് പ്ലാസിയോട് കൂടിയിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് വിക്ടറിയാണ് എന്ത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. സോ അവരെന്ന് പറഞ്ഞാല് ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു എസ്റ്റാബ്ലിഷ് ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ബംഗാൾ. ബംഗാളിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉറപ്പിച്ചൊരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. സോ ഇനി അടുത്തൊരു പോയിന്റ് ആയിട്ട് പേജ് നമ്പർ 31 പറയുന്നത് പറഞ്ഞാൽ, ദ വിക്ടറി ഓഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ട്രാൻസ്ഫോംഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു എ ട്രേഡിംഗ് കമ്പനി ഇൻ ടു എ പൊളിറ്റിക്കൽ പവർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടുന്ന ആദ്യത്തെ പൊളിറ്റിക്കൽ വിക്ടറിയാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഒരു ട്രേഡിംഗ് കമ്പനിയിൽ നിന്നും അവർ ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ട് മാറി ബാറ്റിൽ ഓഫ് പ്ലാസിയോട് കൂടി. ഓക്കെ, ട്രേഡിംഗ് കമ്പനിയിൽ നിന്നും അവർ ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ട് മാറിയുണ്ടായി. And it paved the way to the establishment of British rule in India. പിന്നീട് എന്താണ്? പിന്നീട് ഒരു 100 വർഷ കാലയളവിലേക്ക് എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഭരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
ഓക്കെ. സോ ഈ പറഞ്ഞ മിർ ജാഫർ നോക്കൂ, ഈ മിർ ജാഫർ ഇങ്ങനെ ഒരു ചതിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കോൺസ്പെറൻസിയിലൂടെ അധികാരത്തിൽ വന്നു. മിർ ജാഫറിന് മനസമാധാനമായിട്ട് ഭരിക്കാനുള്ള ഒരു അവസരവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുത്തില്ല. മിർ ജാഫർ വെരി വീക്ക് ആൻഡ് ഇൻസഫിഷ്യന്റ് റൂളർ ആയിരുന്നു ആൻഡ് ബിക്കേം എ പപ്പറ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഒരു കളിപ്പാവായിട്ട് മാത്രമായിരുന്നു മിർ ജാഫർ നിന്നത്. അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭരിക്കാനുള്ള യാതൊരു അവകാശമാരും കൊടുത്തില്ല, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുത്തില്ല എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത് കൂടാതെ ഇനി അടുത്ത വരുന്ന മറ്റൊരു പോയിന്റ് ആണ് ദ ട്രഷറി എന്ന് പറയുന്നത്. ബംഗാളിന്റെ ഖജനാവ് കാലിയായി. ബംഗാളിന്റെ ഖജനാവ് കാലിയായി ആൻഡ് മിർ ജാഫർ വാസ് അൺഎബിൾ ടു മീറ്റ് ദ എവർ ഇൻക്രീസിംഗ് ഡിമാൻഡ് ഓഫ് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് ഒഫീഷ്യൽസ്. സോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കമ്പനിയുടെ ഓഫീസർമാരും ആവശ്യപ്പെടുന്ന തുകകള്, അവരുടെ കോമ്പൻസേഷൻ, അവരുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് പോകെ അത് ഈ പറഞ്ഞ മിർ ജാഫറിന് വലിയൊരു തലവേദനയായിട്ട് മാറി. ഓക്കെ. സോ അങ്ങനെ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുന്ന തുകകള്, കോമ്പൻസേഷൻ കൊടുക്കാൻ, ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ മിർ ജാഫറിന് പറ്റാതായി വന്നു. മിർ ജാഫറിന് പറ്റാതായി വന്നപ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വരികയാണ്. മിർ ജാഫറിനെ പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകനായ മിർ ഖാസിമിനെ ബ്രിട്ടീഷുകാര് എന്തായിട്ട് നിയമിച്ചു? ബംഗാളിലെ പുതിയ നവാബായിട്ട് നിയമിച്ചു. അപ്പൊ വളരെ ശ്രദ്ധിക്കണം, മിർ ജാഫറിനെ ആയിരുന്നു ബ്രിട്ടീഷുകാർ ആദ്യം നിയമിച്ചത് ആഫ്റ്റർ ബാറ്റിൽ ഓഫ് പ്ലാസി. മിർ ജാഫറിന് ശേഷം അദ്ദേഹത്തിന്റെ സണ്ണിലോ ആയ മിർ ഖാസിമിനെ ബംഗാളിലെ നവാബായിട്ട് നിയമിച്ചു. എന്തുകൊണ്ട് മിർ ഖാസിമിനെ നവാബായിട്ട് നിയമിച്ചു? കാരണം മിർ ജാഫറിനെ അപ്പോയിന്റ് ചെയ്തത് ബ്രിട്ടീഷുകാർ തന്നെ ആയിരുന്നല്ലോ. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഡിമാൻഡുകളും ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങളും അംഗീകരിക്കാൻ ആർക്ക് പറ്റാതെ വന്നു? ഈ പറഞ്ഞ മിർ ജാഫറിന് പറ്റാതെ വന്നു. അദ്ദേഹം മിർ ജാഫറിന് ഒട്ടും പറ്റാതെ വന്നപ്പോഴത്തേക്കും മിർ ജാഫറിനെ എടുത്ത് മാറ്റിക്കൊണ്ട് മിർ ഖാസിം, അദ്ദേഹത്തിന്റെ സണ്ണിലോ ആയ മിർ ഖാസിമിനെ ബംഗാളിലെ നവാബായിട്ട് നിയമിക്കുകയാണ് ചെയ്തത്. ഓക്കെ. സോ ഇത്രയുമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പോയിന്റുകൾ. ഒന്നുകൂടി പോയിന്റുകളെല്ലാം ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ പോയിന്റുകളെല്ലാം ഒന്നുകൂടി പറയാം. ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ കാരണം, നിങ്ങൾ ബാറ്റിൽ ഓഫ് പ്ലാസി ഒരു 5 മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ബാറ്റിൽ ഓഫ് പ്ലാസി എന്തുകൊണ്ടുണ്ടായി. സിറാജുദ്ദൗല നവാബായതിനു ശേഷം 1756 നവാബായതിനു ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിറാജുദ്ദൗലയും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ കാരണം എന്ന് വെച്ചാൽ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് അവർ മിസ്യൂസ് ചെയ്തു, പ്രൈവറ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദ സിറാജുദ്ദൗല ദേ സ്റ്റാർട്ടഡ് ഫോർട്ടിഫിക്കേഷൻ ഇൻ കൽക്കട്ടയിൽ ഫോർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാമായിരുന്നു ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ കാരണം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? യുദ്ധം ആയിട്ട് ഇത് മാറുകയുണ്ടായി. ഈ യുദ്ധത്തിൽ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ എന്തുവാണ്? ദേ മേഡ് എ കോൺസ്പെറൻസി വിത്ത് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് സിറാജുദ്ദൗല. സിറാജുദ്ദൗലയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന മിർ ജാഫറുമായിട്ട് ഒരു കോൺസ്പെറൻസിയിൽ അവർ ഏർപ്പെട്ടു. യുദ്ധത്തിൽ നിന്ന് മിർ ജാഫർ വിട്ടുനിന്നു. പകരം മിർ ജാഫറിനെ അടുത്ത നവാബാക്കുമെന്ന് ബ്രിട്ടീഷുകാർ പ്രോമിസ് ചെയ്തു. മിർ ജാഫർ വിട്ടുനിന്നു. സിറാജുദ്ദൗല പരാജയപ്പെട്ടു. സിറാജുദ്ദൗല കൊല്ലപ്പെട്ടു. അടുത്ത നവാബായിട്ട് ആരെ നിയമിച്ചു? മിർ ജാഫറിനെ നിയമിച്ചു. സോ മിർ ജാഫർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ഒരു പെപ്പറ്റ് ആയിരുന്നു, ഒരു കളിപ്പാവായിരുന്നു. അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ ഡിമാൻഡുകളും ബ്രിട്ടീഷുകാരുടെ ഈ ഒരു എക്സ്പെൻഷൻ താങ്ങാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് മിർ ജാഫറിനെ എടുത്തു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് സണ്ണിലായിരുന്ന മിർ ഖാസിമിനെ ബംഗാളിലെ നവാബായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്പോയിന്റ് ചെയ്തു. ഓക്കെ. സോ ഇതിനകത്ത് വരുന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1757 ജൂൺ 23. ഓക്കെ. പിന്നീട് ഇനി വരുന്നതാണ് ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറഞ്ഞു വരുന്നത്. ബാറ്റിൽ ഓഫ് ബക്സാർ 1764. അപ്പൊ എന്താണ് ബാറ്റിൽ ഓഫ് ബക്സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ദ സെക്കൻഡ് പൊളിറ്റിക്കൽ വിക്ടറി ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നോക്കൂ, ഫസ്റ്റ് പൊളിറ്റിക്കൽ വിക്ടറി എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി ആയിരുന്നു. സെക്കൻഡ് പൊളിറ്റിക്കൽ വിക്ടറി എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ബക്സാർ ആണ്. ആദ്യത്തെ വിജയം അവരുടെ ഒരു വേരുറപ്പിച്ച യുദ്ധം ബാറ്റിൽ ഓഫ് പ്ലാസി ആയിരുന്നുവെങ്കിൽ അവർ കുറച്ചും കൂടി വളരെ ശക്തിപ്പെട്ടത്, അവരൊരു ചോദ്യം ചെയ്യാൻ പെടാൻ പറ്റാത്ത ശക്തിയായിട്ട് മാറിയത് ബാറ്റിൽ ഓഫ് ബക്സാറോട് കൂടിയിട്ടാണ്. Okay, so second political victory of English East India Company in India, that is Battle of Buxar 1764, 1764. Okay. So ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മിർ ഖാസിം എന്ന് പറഞ്ഞ ആളിനെ ബ്രിട്ടീഷുകാർ നവാബായിട്ട് അവരോധിച്ചു, നവാബായിട്ട് അപ്പോയിന്റ് ചെയ്തു. മിർ ജാഫറിനെ മാറ്റി മിർ ഖാസിമിനെ അപ്പോയിന്റ് ചെയ്തു. സോ മിർ ഖാസിം എന്ന് പറയുന്ന ഒരു കഥാപാത്രം എങ്ങനായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മിർ ഖാസിം എന്ന് പറയുന്നത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു. അദ്ദേഹം നല്ലൊരു ആർമീനെ മെയിൻറ്റെയിൻ ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ചെലവുകൾ കൺട്രോൾ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് നടത്തുന്നതും ഈ ബ്രിട്ടീഷുകാരുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസിനെ അദ്ദേഹം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു.
അദ്ദേഹം എന്താണ് ബ്രിട്ടീഷുകാരുടെ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഹി അബോളിഷ്ഡ് ഓൾ ഡ്യൂട്ടി ആൻഡ് ഇന്റേണൽ ട്രേഡ്, ഈ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള ട്രേഡുകളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു, അദ്ദേഹം നിർത്തലാക്കി. സോ ഇങ്ങനത്തുള്ള ബ്രിട്ടീഷുകാരെ അപ്പോയിന്റ് ചെയ്ത ഒരു നവാബായിട്ട് കൂടി അദ്ദേഹം ബ്രിട്ടീഷുകാരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമം അദ്ദേഹം ആരംഭിച്ചു, അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം തയ്യാറെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം നല്ലൊരു ആർമിയെ മെയിൻറ്റെയിൻ ചെയ്തതായിട്ടും പറയുന്നത്. ഓക്കെ, സോ ഇത് എന്താണ് ബ്രിട്ടീഷുകാരും മിർ ഖാസിമും തമ്മിലുള്ള ഒരു ശത്രുതയ്ക്ക് കാരണമായി. നമുക്ക് ബ്രിട്ടീഷുകാർ നിയമിച്ച ഒരു നവാബാണ് മിർ ഖാസിം. പക്ഷേ മിർ ഖാസിം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതെന്ത് സംഭവിക്കുന്നു, ബ്രിട്ടീഷുകാരും മിർ ഖാസിമും തമ്മിലുള്ള ഒരു തെറ്റാനൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പൊ 1763 ഇത് എന്തുവാണ്, എ വാർ ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ മിർ ഖാസിം ആൻഡ് ദ ബ്രിട്ടീഷുകാരും മിർ ഖാസിമും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് ഇത് കാരണമാവുകയും ചെയ്തു. ഓക്കെ, സോ മിർ ഖാസിം എന്ന് പറഞ്ഞാൽ തനിച്ചല്ലായിരുന്നു. മിർ ഖാസിമിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു അലയൻസ്, ഒരു സഖ്യം രൂപപ്പെട്ടു. ആ സഖ്യത്തിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാല് അവധിലെ നവാബും മുഗൾ എംപറർ ആയിരുന്ന ഷാ അലം സെക്കൻഡ്, മുഗൾ എംപററായ ഷാ അലം സെക്കൻഡ്, അവധിലെ നവാബ് മിർ ഖാസിം. അപ്പോഴൊരു മൂന്ന് പേരുള്ള ഒരു സഖ്യവും ബ്രിട്ടീഷുകാരെ ഫേസ് ചെയ്തു. ആ ബ്രിട്ടീഷുകാരെ ഫേസ് ചെയ്തത് വേറെ എവിടെ വെച്ചിട്ടല്ല, ബക്സാറിൽ വെച്ചിട്ട് ഫേസ് ചെയ്തു 1764. പക്ഷെ എന്ത് സംഭവിച്ചു, ഈ യുദ്ധത്തിൽ ഈ മൂന്ന് പേരും ഉൾപ്പെടുന്ന ഒരു മഹാസഖ്യം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാറ്റിൽ ഓഫ് ബക്സാറിനെ പറ്റി പറയുമ്പോൾ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ, 1764 ബാറ്റിൽ ഓഫ് ബക്സാർ ഉണ്ടാവുന്നത്. ബാറ്റിൽ ഓഫ് ബക്സാർ, ദ ബാറ്റിൽ ബിറ്റ്വീൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മിർ ഖാസിം ആൻഡ് ഹിസ് അലയൻസ്, മിർ ഖാസിമിന്റെ അലയൻസും തമ്മിലാണ് യുദ്ധം ഉണ്ടാവുന്നത്. മിർ ഖാസിമിന്റെ അലയൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്, അദ്ദേഹത്തിന്റെ സഖ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ മുഗൾ എംപററായിട്ട് ഷാ അലം സെക്കൻഡും അവധിലെ നവാബ് ഷാ അലം സെക്കൻഡ് ആൻഡ് മിർ ഖാസിം ഒരു ഗ്രൂപ്പ്, മറു സൈഡിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. യുദ്ധം നടക്കുന്നത് 1764 ബക്സാറിൽ വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. അപ്പൊ യുദ്ധത്തിന്റെ കാരണം എന്താണ്, ഈ പറഞ്ഞ മിർ ഖാസിമിനെ അപ്പോയിന്റ് ചെയ്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നുവെങ്കിലും മിർ ഖാസിം ട്രൈ ടു കൺട്രോൾ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നവാബായി ചാർജ് എടുത്തതിനു ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആർമീനെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ആർമിയെ ഡെവലപ്പ് ചെയ്തു വന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് അദ്ദേഹം നിർത്തലാക്കി. ഈ പറഞ്ഞ കണക്കുള്ള ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അദ്ദേഹം കൺട്രോൾ ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാരും ഈ പറഞ്ഞ മിർ ഖാസിമും തമ്മിലുള്ള ഒരു തർക്കത്തിന്, ഒരു കോൺഫ്ലിക്റ്റിന് കാരണമാവുകയും ചെയ്തു. ഓക്കെ, സോ ബാറ്റിൽ ഓഫ് ബക്സാറിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിലാണ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇറ്റ് ഫൈനലി എസ്റ്റാബ്ലിഷ് ദ ബ്രിട്ടീഷ് ആസ് എ മാസ്റ്റേഴ്സ് ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ ആൻഡ് ഈവൻ കൺട്രോൾ ഓവർ അവധ് ആൻഡ് മുഗൾ എംപറർ. നോക്കൂ, ഒരു അലയൻസ് എന്ന് പറഞ്ഞല്ലോ, അവധിലെ ഒരു റൂളറും അലയൻസിലും ഏർപ്പെട്ടായിരുന്നു, ആൻഡ് മുഗൾ എംപററും അലയൻസിൽ ഏർപ്പെട്ടായിരുന്നു. ഈ തോറ്റതോട് കൂടിയിട്ട് ഈ പറഞ്ഞ എല്ലാ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് ഒരു മേധാവിത്വം വരികയും ചെയ്തു. സോ ബ്രിട്ടീഷുകാരുടെ സെക്കൻഡ് പൊളിറ്റിക്കൽ വിക്ടറിയാണ് ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് ബംഗാൾ, ബീഹാർ, ഒറീസ, അവധ്, പിന്നീട് മുഗൾ എംപററുടെ മേളിൽ പോലും ബ്രിട്ടീഷുകാർക്ക് എന്ത് സംഭവിക്കുന്നു, മേധാവിത്വം നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി വേറൊരു സംഗതിയും കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. മിർ ഖാസിം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു. മിർ ഖാസിം പരാജയപ്പെട്ടു. മിർ ഖാസിമിനെ മാറ്റിയിട്ട് അവർ വീണ്ടും ആരെയാണ് നവാബായിട്ട് നിയമിച്ചെന്നറിയാമോ? നേരത്തെ ആദ്യം വന്ന കഥാപാത്രം ഉണ്ടല്ലോ, മറ്റേ പപ്പറ്റ് റൂളർ മിർ ജാഫറിനെ തന്നെ വീണ്ടും ബംഗാളിലെ നവാബായിട്ട് മാറ്റുകയും ചെയ്തു. അപ്പൊ മിർ ജാഫർ 2 തവണ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി മിർ ജാഫർ നവാബായിട്ട് ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്തു. പിന്നീട് മാറ്റി മിർ ഖാസിമിനെ അപ്പോയിന്റ് ചെയ്തു. മിർ ഖാസിം ബാറ്റിൽ ഓഫ് ബക്സാറിൽ പരാജയപ്പെട്ടതിനു ശേഷം വീണ്ടും മിർ ജാഫറിനെ ഈ പറഞ്ഞ ബംഗാളിലെ നവാബായിട്ട് ബ്രിട്ടീഷുകാരെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ അവരെന്ന് പറഞ്ഞ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായിട്ട് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് ബക്സാർ അവർ മാറുകയാണ് ചെയ്തത്. ഓക്കെ, സോ ദ ട്രീറ്റി ഓഫ് അലഹബാദ് 1765. സോ എന്താണ് ട്രീറ്റി ഓഫ് അലഹബാദ് 1760? ബാറ്റിൽ ഓഫ് ബക്സാർ അവസാനിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരും ഈ പറഞ്ഞ അവധിലെ നവാബും പിന്നെ മുഗൾ എംപററും തമ്മിൽ സൈൻ ചെയ്ത ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത് 1765. ഈ ട്രീറ്റി ഓഫ് അലഹബാദ് ഈ ബാറ്റിൽ ഓഫ് ബക്സാറിന് ശേഷം അതിന്റെ ഒരു കണക്ക് വേറൊരു ബുക്കിൽ ഞാൻ വായിച്ചതെന്ന് പറഞ്ഞാല് കോടികൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റോബർട്ട് ക്ലൈവിന് മാത്രം ഏകദേശം 500 കോടി രൂപ റോബർട്ട് ക്ലൈവിനുള്ള കോമ്പൻസേഷൻ. പിന്നീട് ഓരോ ഉദ്യോഗസ്ഥർക്കും 100 കോടിയോളം രൂപ
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏകദേശം 400-500 കോടി അടുപ്പിച്ച് രൂപ, കോടികളുടെ കണക്കേ ഉള്ളൂ, 500, 400, 100 കോടിക്കണക്കിന് രൂപയായിരുന്നു ഈ ഒരു ഇതോട് കൂടിയിട്ട്. ഇതിനകത്ത് ചെയ്യുന്ന 50 ലക്ഷം എന്നാണ്, പക്ഷെ ലക്ഷങ്ങളുടെ കണക്കില്ല, കോടികളുടെ കണക്കുകളാണ് ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചത്. ഓക്കെ, റീസെന്റ് ഇറങ്ങിയ ഒരു പുസ്തകത്തിലാണ് ഒരു കണക്ക് ഇങ്ങനെ വായിച്ചത്. സോ ഈ പറഞ്ഞ എന്തുവാണ്, ഈ ഒരു ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്തു, 50 ലക്ഷം രൂപ കമ്പനിക്ക് ഒരു കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ കോറ ആൻഡ് അലഹബാദ് വേർ ടേക്കൺ അവേ ഫ്രം അവധിന്റെ അത് അവരിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയുണ്ടായി. ഓക്കെ, അങ്ങനത്തെ പോയിന്റുകൾ പറയുന്നുണ്ട്. പിന്നീട് എന്ന് പറഞ്ഞാൽ എന്താണ്, പല പ്രദേശങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് നികുതി പിരിവ്, പല ജില്ലകളുടെ നികുതി പിരിവ് ബ്രിട്ടീഷുകാർ പിരിച്ചെടുത്തുകൊണ്ട് ഒരു തുക ആർക്ക്, ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കും. പക്ഷെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് നക്കാപ്പിച്ചയാണ്. കാണുമ്പോൾ നമുക്ക് 26-30 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ 1000 ഇരട്ടിയാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഇനി വേറൊരു പോയിന്റ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, അതൊരു ഇമ്പോർട്ടന്റ് ആണ്. The Mughal Emperor granted, page number 32, last line, the Mughal Emperor granted Diwani of Bengal, Bihar and Orissa to the English East India Company. The Diwani gave the company the right to collect revenue from these provinces. This marked the first step towards the direct administration of Emperor granted Diwani. നികുതി പിരിക്കുന്നതിനുള്ള ദിവാനി അല്ലെങ്കിൽ ഒരു അവകാശം, നികുതി പിരിക്കുന്നതിനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. എവിടെയൊക്കെ നികുതി പിരിക്കാനുള്ള, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നികുതി പിരിക്കാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. ഡയറക്റ്റ് ആയിട്ട് നികുതി പിരിക്കാനുള്ള അവകാശം. ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഈ ഒരു നികുതി പിരിക്കാനുള്ള ഈ ഒരു അവകാശത്തെയാണ് ആദ്യമായിട്ടും ഒരു ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൊണ്ടുവന്നത്. ഇത് ഈ ഒരു സംഗതിയായിരുന്നു എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നികുതി പിരിക്കാനുള്ള അവകാശം, നേരിട്ട് നികുതി പിരിക്കാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്നു. ഇവിടെ നിന്നാണ് ഒരു ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറുന്നത്. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ അവരുടെ ട്രേഡിങ്ങും മറ്റു കാര്യങ്ങളായിട്ട് പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു ദിവാനിയുടെ ഒരു അവകാശം കിട്ടി കൂടിയിട്ട് എന്താണ് ഒരു റവന്യൂ സിസ്റ്റം ഇൻക്രീസ് ചെയ്യുക. പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് ബൈ സെറ്റിൽമെന്റ്, മഹൽവാലി സെറ്റിൽമെന്റ് എന്നൊക്കെ പറഞ്ഞ ഓരോ സെറ്റിൽമെന്റിന് ഓരോ റവന്യൂ, ഓരോ നികുതി സമ്പ്രദായം നമ്മൾ പഠിക്കും. അപ്പൊ ഈ ഒരു ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷനിലോട്ട് മാറാനുണ്ടായ ഒരു സാഹചര്യം ഇതാണ്, അതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അതങ്ങനെ കിടക്കട്ടെ. സോ നമ്മള് പിന്നീട് ഒരു സ്മാൾ ഇൻട്രൊഡക്ഷൻ, വീണ്ടും ഒരു ബിൽഡപ്പ് കൊടുക്കുകയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. നമ്മളുടെ പേജ് നമ്പർ 33, 1600 നമ്മൾ പറഞ്ഞല്ലോ, 1599 ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയായിരുന്നു. പിന്നീട് 1600 അവർക്ക് എന്ത് കിട്ടി, ഒരു ചാർട്ടർ, ഒരു ക്വീൻ എലിസബത്തിന്റെ ഒരു ചാർട്ടർ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. ആ ചാർട്ടർ കിട്ടിയത് കൂടിയിട്ട് അവർ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായിട്ട് മാറുകയും ഡയറക്റ്റ് നികുതി പിരിക്കാനുള്ള അവകാശം കിട്ടിയത് കൂടി ഒരു ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷനിലോട്ട് അവര് മാറുകയും ചെയ്തു. സോ ഈ ഒരു പോയിന്റ്, ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബാറ്റിൽ ഓഫ് ബക്സർ, ഈ രണ്ട് ബാറ്റിൽ നിന്ന് ഒരു ചോദ്യം, 5 മാർക്കിന്റെ ഒരു ചോദ്യം കൺഫേം ആയിട്ട് ഉണ്ടാവും കേട്ടോ. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബാറ്റിൽ ഓഫ് ബക്സർ. സോ അത് ബൈഹാർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ദ ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ. അതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ഇനി ജസ്റ്റ് നമുക്കിനി ഒരു 30ഓളം അരമണിക്കൂറോളം ഉണ്ട്. പക്ഷെ ഡുവൽ ഗവൺമെന്റ് 10 മിനിറ്റ് പറയാനുള്ള കേസേ ഉള്ളതായി. ഇതിനകത്ത് വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ 9 മണി വരെയാണ് ക്ലാസ്. 8:55 അല്ലെങ്കിൽ 8:58 1-2 ലേണേഴ്സ് കയറിയിട്ട് പറയും ക്ലാസ് ഇല്ലായിരുന്നു എന്ന് പറയും. പക്ഷെ നമ്മൾ ക്ലാസ് നേരത്തെ അവസാനിപ്പിച്ചു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ്. സോ ട്രീറ്റി ഓഫ് അലഹബാദ് 1765. ഓക്കെ, സോ ദ ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ. ബംഗാളിലെ ഡുവൽ ഗവൺമെന്റ്, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സെമസ്റ്റർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബംഗാളിലെ ഡുവൽ ഗവൺമെന്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബംഗാളിലെ ദിഫ് ഭരണം, അതാണ് മലയാളത്തിലുള്ള ദിഫ് ഭരണം എന്ന് പറയുന്നത്. ബംഗാളിലെ ദിഫ് ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, 1765 ഈ ബംഗാളിലെ ദിഫ് ഭരണം അല്ലെങ്കിൽ ഡുവൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബംഗാൾ, ബീഹാർ ആൻഡ്
ഒറീസ എന്നീ ഭാഗങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഡുവൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ദിഫ്ഭരണം ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരുന്നു ഈ ദിഫ്ഭരണം എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം, അതിന്റെ അർത്ഥം കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ദിഫ്ഭരണം എന്ന് പറഞ്ഞാല് ഒരു സ്റ്റേറ്റ് തന്നെ രണ്ട് ഗവൺമെന്റ് ഭരിക്കുക, രണ്ട് രീതിയിൽ രണ്ട് തലത്തിൽ ഭരിക്കപ്പെടുക, അതിനാണ് ദിഫ്ഭരണം എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നവാബും രണ്ട് അതോറിറ്റി ഉണ്ട്. ബംഗാളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് അതോറിറ്റി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഉണ്ട്, നവാബും ഉണ്ട്. ഒരു സ്റ്റേറ്റിൽ തന്നെ രണ്ട് തരത്തിലുള്ള രണ്ട് ഭരണം, അതിനാണ് ദിഫ്ഭരണം എന്ന് പറയുന്നത്. അവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നികുതി പിരിക്കുക, പിന്നീട് എന്താണ് മിലിറ്ററി മെയിൻറ്റെയിൻ ചെയ്യുക, ക്രിമിനൽ ആൻഡ് ഈ ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ, നികുതി പിരിവ്, പിന്നെ മിലിറ്ററി കൺട്രോള്, ഇങ്ങനത്തുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. ജനങ്ങളുടെ വെൽഫെയർ, ഇറിഗേഷൻ, പിന്നീട് അല്ലാതെ കൃഷി, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നവാബിന്റെ ഉത്തരവാദിത്വം. ഇങ്ങനെ രണ്ട് ലെവലില് ഭരണം നടത്തുന്നതിനെയാണ് ദിഫ്ഭരണം എന്ന് പറയുന്നത്. ഇപ്പൊ ബംഗാളിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പോളിസി ആയിരുന്നു ദിഫ്ഭരണം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിന്റെ ദിഫ്ഭരണത്തിന്റെ ഒരു മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു തരത്തിലും ജനങ്ങളുടെ വെൽഫെയറിലോ ഇവിടെ ഈ പറഞ്ഞ കൃഷി വർദ്ധിപ്പിക്കുന്നതിലോ വ്യവസായങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലോ അവർക്ക് താല്പര്യമില്ല. അവർക്ക് മാക്സിമം നികുതി പിരിക്കുക, മാക്സിമം ട്രേഡ്, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം, അതായത് നികുതി പിരിവിന്റെ ചുമതല, മിലിറ്ററി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചുമതല, പിന്നെ ക്രിമിനൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജസ്റ്റിസിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ, നീതി വ്യവസ്ഥയുടെ ഒരു ചുമതല, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലും, അതിനു പകരം ഈ ജനങ്ങളുടെ വെൽഫെയർ, ഇറിഗേഷൻ, കൃഷിയുടെ വികസനം, ഇങ്ങനത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം ബംഗാളിലെ നവാബിന്റെ തലയിൽ കെട്ടിവെച്ചെടുത്തു. അതായത് ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് തരം ഗവൺമെന്റുകൾ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഈ കംപ്ലീറ്റ് നികുതിയും ചോർത്തിക്കൊണ്ട് പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അവിടെ നവാബിന്റെ കയ്യിൽ, നവാബിന്റെ ഖജനാവിൽ ഒരു രൂപ ഇല്ല. അവിടെ നവാബിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെൽഫെയർ പദ്ധതി പോലും നടപ്പിലാക്കാൻ ആർക്കും പറ്റുന്നില്ല, ഈ പറഞ്ഞ നവാബിന് പറ്റുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ കൃഷി വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ, ഇറിഗേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ, ഒന്നിനും നവാബിന്റെ കയ്യിൽ പൈസ കാണത്തില്ല. കാരണം ഈ പൈസകൾ കംപ്ലീറ്റും കൊണ്ടുപോകുന്നത് ആരാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പൊ ഒരേ സ്ഥലത്ത് ഈ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ 1765 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ ഒരു ഭരണ സംവിധാനമാണ് ദിഫ്ഭരണം അല്ലെങ്കിൽ ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഡുവൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ, അതായത് നികുതി പിരിവ്, മിലിറ്ററി, ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ, ഇങ്ങനത്തുള്ള നീതിന്യായ മേഖല, ഇങ്ങനത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളെല്ലാം ബ്രിട്ടീഷുകാർ കൈകാര്യം ചെയ്യുകയും പകരം ജനങ്ങളുടെ വെൽഫെയർ, ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇറിഗേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നവാബിന്റെ ഉത്തരവാദിത്വമായിട്ട് മാറി. ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തെയാണ് ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഒരു പോയിന്റ് പറയുന്നുണ്ട്, ദ കമ്പനി വാസ് അൺവില്ലിംഗ് ടു സ്പെൻഡ് ദ റവന്യൂ ഇറ്റ് കളക്ടഡ് ഓൺ ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം ജനങ്ങളുടെ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ ഈ പറഞ്ഞ നവാബിന് എന്ന് പറഞ്ഞ എന്താണ്, ഒരു ഓവർ ബർഡൻ ആയിരുന്നു. ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്താനും നവാബിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ. സോ ഇതിന്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു, ഈ ഡുവൽ ഗവൺമെന്റിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് 1700 പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്തത്. ഇതിനകത്ത് ബില്യൺസ് ഓഫ് പീപ്പിള് ഈ ഒരു ക്ഷാമത്തിൽ മരിക്കപ്പെടുകയാണ് ചെയ്തത്. ബംഗാളിന്റെ ആകെയുള്ള പോപ്പുലേഷന്റെ 1/3 ഈ ഒരു ക്ഷാമത്തിൽ, ഈ ഒരു ഫെമൈനില് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ഒരു ദാരിദ്ര്യത്തിൽ, പട്ടിണി ദാരിദ്ര്യം പകർന്നു പിടിച്ചതോട് കൂടിയിട്ട് അതിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു ഡുവൽ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്ട് ഒരു സെക്കൻഡ്, വൈഫൈക്ക് എന്തോ ചെറിയൊരു കംപ്ലൈന്റ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോ ചെറിയ എവിടം വരെ പറഞ്ഞായിരുന്നു, വല്ലതും കേട്ടായിരുന്നോ? ഡുവൽ ഗവൺമെന്റ് പറഞ്ഞ കേട്ടായിരുന്നോ? അപ്പൊ ഈ ഡുവൽ ഗവൺമെന്റിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഈ പറഞ്ഞ ഒരു ഗ്രേറ്റ് ഫെമൈൻ, ഒരു സിവിയർ ഫെമൈൻ ഹാപ്പനിങ്
1770s 1770-കളിൽ ഉണ്ടായ ഒരു ഫെമൈൻ ആയിരുന്നു, ഒരു ക്ഷാമമായിരുന്നു ഇതിന്റെ ഒരു ഇമ്പാക്ട്, ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള ഒരു വെൽഫെയർ പ്രോഗ്രാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിച്ചില്ല. കൃഷിനാശം ഉണ്ടായി, കൃഷി വികസിച്ചില്ല, ഇറിഗേഷൻ ഡെവലപ്പ് ആയില്ല. ഇതിന്റെയൊക്കെ ഫലമായിട്ടുണ്ടായ ക്ഷാമം 1770-കളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ഒരു ക്ഷാമത്തിൽ കൊല്ലപ്പെട്ടു. ബംഗാളിന്റെ 1/3 ജനസംഖ്യയും ആ ഒരു ക്ഷാമത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഡുവൽ ഗവൺമെന്റിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും മറ്റ് യൂറോപ്യൻ ശക്തികളെ അപേക്ഷിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യത്യസ്തമാവുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ എല്ലാവരും മുഗൾ എംപയർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നവരാണ്. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നവരാണ്. അവരാണ് ഈ പറഞ്ഞത് താജ്മഹൽ ഉണ്ടാക്കുന്നു, കുത്തബ്മിനാർ ഉണ്ടാക്കുന്നു, ഒരുപാട് തരത്തിലുള്ള നിർമ്മിതികൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ നിന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇന്ത്യക്ക് എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, അവരുടെ ഒരു കളക്ട് ചെയ്ത നികുതിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ വലിയൊരു ഭാഗം അവര് ചെലവാക്കിയത് ഇന്ത്യയിലാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകളും നിർമ്മിതികളും എല്ലാം ഇന്ത്യയിൽ വന്നത്. അവിടെ നിന്ന് വ്യത്യസ്ത ഇംഗ്ലീഷുകാർ അവിടെ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരിക്കലും ഈ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത പണം അവർ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല. അവർക്കറിയാമായിരുന്നു ഇവരുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്, ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇന്ത്യ വിട്ട് വിടുന്നത് പോകണം എന്നുള്ളൊരു നിലപാട്, ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുക അല്ലെങ്കിൽ ആ കളക്ട് ചെയ്യുന്ന റവന്യൂ അവർ ഒരിക്കലും ഇന്ത്യക്ക് വേണ്ടി വിനിയോഗിച്ചില്ല. അവരത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നു, ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പാലസ്, ആ രീതിയിലൊക്കെ നമുക്ക് എത്ര എണ്ണം എടുത്ത് പറയാൻ പറ്റും. അതേസമയം ഡൽഹി സുൽത്താനേറ്റിന്റെ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ അവരും ഈ പുറത്തുനിന്ന് വന്നവരാണല്ലോ, പക്ഷെ അവരുടെ നിർമ്മിതികൾ അത്രത്തോളം നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അവിടെയാണ് ഈ ഒരു വ്യത്യസ്തത മനസ്സിലാവുന്നത്. ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവരെങ്ങനെയായാലും ഇന്ത്യ വിട്ട് പോകേണ്ടവരാണ് എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിലേക്ക് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർ ഇന്ത്യയിലേക്ക് ചെയ്തില്ല, പകരം അവർ കംപ്ലീറ്റ് കൊണ്ടുപോയത് അങ്ങോട്ട് തന്നെയായിരുന്നു, ബ്രിട്ടനിലേക്ക് തന്നെയായിരുന്നു. അപ്പൊ ഈ പറയുന്നതാണ് ദ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ ദാദാഭായ് നവറോജി ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അദ്ദേഹം പറയുന്നുണ്ട്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിനകത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു തിയറിയാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി, അതായത് ചോർച്ചാ സിദ്ധാന്തം. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് കൊള്ളയടിച്ച് കൊണ്ടുപോയത്, അതിന്റെ ഒരു എമൗണ്ട് അത് എത്രത്തോളമായിരുന്നു എന്നുള്ളതിന്റെ ഒരു ചിത്രം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് ഈ പറഞ്ഞ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ്. അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു തിയറിയിൽ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് പറയാനുള്ളത്. സോ ഇത്രയും ഇതിനകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 10 കിടപ്പുണ്ട്. പിന്നീട് ഈ പറഞ്ഞ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു 5 minutes. ഒന്നാമത്തെ ബ്ലോക്ക് കഴിഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, ചോദിക്കാം. ഒന്നാമത്തെ ബ്ലോക്ക് തീർന്നു, എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. എന്തെങ്കിലും ഡൗട്ടോ വല്ല ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതാണ് ഞാൻ പറഞ്ഞത്.